Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. മഞ്ഞ് പെയ്യുന്നൊരു രാത്രിയിൽ, ഉണ്ണിയേശു പിറന്നു വീണ ക്രിസ്തുമസ് രാത്രിയിൽ, പ്ലാപ്പറമ്പിൽ പൗലോയുടെ മൂന്നാമത്തെ മകൻ തോമ ഒരു സർക്കാർ ആശുപത്രിയിൽ പിറന്നു വീണു. ആ ദിവ്യപ്പിറവിക്ക് സാക്ഷിയായി വെള്ള ഉടുപ്പിട്ട മാലാഖമാർ അവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ അവർ ആഹ്ലാദപൂർവ്വം ഗാനങ്ങൾ ആലപിച്ചില്ല. ഒട്ടിച്ചേർന്ന മൂക്കോടെ വികൃതമായ ശബ്ദത്തിൽ കരയുന്ന കുഞ്ഞിനെ കണ്ട് ആ മാലാഖമാർ വിഷമത്തോടെ മൂക്കത്ത് വിരൽ വെച്ച് നിന്നു. കുഞ്ഞിന് ജന്മം നൽകിയ മാതാവ് ഇതൊന്നും കാണാനും കേൾക്കാനും താല്പര്യമില്ലാതെ മോർച്ചറിയിലേക്ക് പോയതോടെ ജനിച്ചു വീണത് അന്തിക്രിസ്തുവാണെന്ന് പിതാവ് പൗലോയും സംശയിച്ചു. ഈ അത്ഭുത വാർത്തയറിഞ്ഞ് കിഴക്ക് നിന്ന് ചില രാജാക്കന്മാരെത്തി. പക്ഷെ അവരുടെ കയ്യിൽ കാഴ്ചദ്രവ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം അവർ പൗലോയോട് ചില കാഴ്ചദ്രവ്യങ്ങൾ ആവശ്യപ്പെട്ടു. വളർന്നു വലുതാകുമ്പോ ഈ കുഞ്ഞിന്റെ ശബ്ദത്തിന് വൈകല്യം ഉണ്ടാവും. പേടിക്കണ്ട, ഒരു മേജർ ഓപ്പറേഷനിലൂടെ ഈ ശബ്ദം ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നല്ല പണച്ചെലവുണ്ടാവും. എന്നാൽ പലിശക്കാരനും അറുപിശുക്കനുമായ പൗലോ അതിന് തയ്യാറായില്ല. ദൈവത്തിന്റെ സൃഷ്ടിയിൽ മാറ്റം വരുത്താൻ മനുഷ്യർക്ക് അവകാശമില്ലെന്ന് മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് പൗലോ തോമയുടെ ശബ്ദത്തെ വിധിക്ക് വിട്ടുകൊടുത്തു. സിന്ദൂരവർണ്ണ കരുണ സഗര. ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് ഓടി വരണേ. അങ്ങോട്ടൊന്ന് ചെന്നേ. എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്റെ ഭാഗവതരെ, ഇവരോട് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടല്ലെന്നൊന്നും പറ. ആ കുട്ടിയുടെ ബാപ്പയോ കെട്ടിടന്ന് വന്നോട്ടെ, അതുവരെ നിങ്ങളോട് ക്ഷമിക്ക്. അതെ, മോലാളി വന്നിട്ടുണ്ട്, അങ്ങോട്ട് പറഞ്ഞോ.
വീട് ഒഴിപ്പിച്ചു കഴിഞ്ഞില്ലടാ പട്ടികളെ എന്ന് മുതലാളി എന്നോട് ചോദിച്ചു. മുതലാളി ഞങ്ങൾ ഇവിടെ ഇറക്കി വിടല്ലേ മുതലാളി? ഈ പിള്ളേരും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ഖാദറോ മുസ്തഫയോ വരുന്നവരെങ്കിലും ഭാഗവതര് വാങ്ങിച്ച പണം തന്നിട്ട് ഭാഗവതര് ന്യായം പറഞ്ഞാ മതി. ഇല്ലെങ്കിൽ അടുത്തത് തന്റെ വീട് അഴിക്ക് ഒഴിപ്പിക്കുന്നേ. ഈ പെണ്ണിന്റെ കരച്ചില് കണ്ടില്ലേ? കുറച്ച് മനസാക്ഷി കാണിക്കും മുതലാളി. എന്റെ മുതലാളി മനസാക്ഷി ഇല്ലാത്തവനാണെന്ന് ഈ നാട്ടിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാം. ഉരുപ്പടി ശരിയാ, പ്ലാപ്പറമ്പിൽ പൗലോ മനസാക്ഷി ഇല്ലാത്തവനാ. ഈ നിൽക്കുന്നവളുടെ വാപ്പ ഖാദറ് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയില് മീമൊത്ത വ്യാപാരം ചെയ്ത് കടം കയറി മുടിഞ്ഞപ്പോ എന്റെ വീട്ടുമുറ്റത്ത് വന്ന് കരഞ്ഞ് കാശെണ്ണി വാങ്ങിച്ചതാ. അപ്പോ ഈ പൗലോ മുതലാളി കരുണാമയൻ, ദൈവതുല്യൻ. കടം കൊടുത്ത പണം തിരിച്ചു ചോദിച്ചപ്പോ മനസാക്ഷിയില്ലാത്തവൻ. ഇവളുടെ കണ്ണീരില് നിനക്ക് അത്രയ്ക്ക് ധനം ഉണ്ടെങ്കിൽ ഖാദർ വാങ്ങിച്ച പണം കണക്ക് തീർത്ത് നീതാടാ. അല്ല ഞാൻ എന്താ നിന്റെ നാ ഇറങ്ങിപ്പോയോ? അതല്ല, എത്ര വന്നാലും ഈ നിൽക്കുന്നത് സ്വന്തം മകന്റെ ചോരയെ പറഞ്ഞ കുഞ്ഞുങ്ങളല്ലേ മുതലാളി? മനസ്സിൽ മരിച്ച് മണ്ണടിഞ്ഞവനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. പൗലെ ഉപദേശിക്കാൻ വന്ന ഒന്നുകളെയും ഞാൻ വേഗാടത്ത് താക്കോലതാ. ഏതായാലും ഇത്രയും വേണ്ടായിരുന്നു. എന്നാ കുറച്ച് തുടച്ചു കളയുന്നേ. അപ്പൻ ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞു. എത്ര വന്നാലും സ്വന്തം മോനല്ലേ. കാശിന്റെ കാര്യത്തിൽ മുതലാളിക്ക് ആരോടും ഒരു ദാക്ഷിണ്യവും ഇല്ലാന്നേ. ഇപ്പൊ എന്റെ കാര്യം തന്നെ കണ്ടില്ലേ? 10-20 കൊല്ലം മുമ്പ് എന്റെ അച്ഛൻ മുതലാളിക്ക് ഒരു 2000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. എന്റെ അച്ഛന് വിശ്വാസമില്ലാത്തതുകൊണ്ട് 2000 രൂപ കിട്ടുന്നത് വരെ ഇവൻ ഇവിടെ ഉരുപ്പടിയായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയതല്ലേ മുതലാളി? നല്ലവനും പരമദുഷ്ടനുമായ എന്റെ അച്ഛൻ നാട് വിട്ടു കളഞ്ഞു. അതോടെ മുതലാളിയുടെ പണയവസ്തുവായില്ല ഞാൻ. ഇത്രയും കൊല്ലം ഈ വീട്ടിലും കൊപ്രാക്കളത്തിലും ഞാൻ മരിച്ച് പണിയെടുത്തിട്ടും അച്ഛന്റെ കടം തീർന്നിട്ടില്ലെന്ന മുതലാളി പറയുന്നത്. എന്നിട്ട് നീ ഇത് അപ്പനോട് ചോദിച്ചില്ലായിരുന്നു? കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ചോദിച്ചതല്ലേ. അപ്പൊ മുതലാളി പറയാ, ഞാൻ ഇവിടെ താമസിച്ചതിന്റെയും ഭക്ഷണം കഴിച്ചതിന്റെയും കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഞാൻ കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്ന്. ശരിയാണല്ലോ. സത്യം പറഞ്ഞ ആ കണക്ക് ഞാൻ ഓർത്തതുമില്ല. പിന്നെ ഞാൻ മിണ്ടാനും പോയില്ല. മുതലാളിയുടെ കാശ് കൊണ്ട് ഞാനും ഇത്തിരി സൂഹിക്കട്ടെ എന്നു. അപ്പൊ നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ അല്ലേ? പുറത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നതല്ലേ ജോയിക്കുഞ്ഞ്? എന്താടാ ഇന്ന് കടയിൽ പോകുന്നില്ലയോ? സീസൺ അടുത്ത് വരികയല്ലേ, ജുവല്ലറി കുറച്ച് സ്റ്റോക്ക് വേണമായിരുന്നു. കോയമ്പത്തൂരുള്ള ചെട്ടിയാരുടെ അടുത്ത് വാങ്ങണോ അതോ? ചെട്ടിയാരുടെ റേറ്റ് ഇത്തിരി കൂടുതലാ. നമ്മളെ ബാങ്കിൽ പണയം വെച്ചിട്ട് എടുപ്പിക്കാത്ത ഉരുപ്പടികൾ ഇരിപ്പുണ്ട്. അതുരുക്കി പണിതാ മതി. ചെട്ടിയാരോട് ഇനി ബിസിനസ് വേണ്ട. കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു ക്ലയന്റ് അല്ലേ, റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ബിസിനസ് ഞാൻ പറയും, അതങ്ങ് അനുസരിച്ചാ മതി. ശരി. കുറച്ചു കാലം ചരക്കെടുക്കാതെ വരുമ്പോ ചെട്ടിയാര് താനേ താഴേക്ക് വന്നോളും. ശരിക്കും ഈ തിരുത നെത്തോലിയെക്കാട്ടിലും വലുതാണ്. എന്താടാ മുതലാളിക്ക് തെമ്മാടിക്കുടി ഉറപ്പായി. എണ്ണക്കെട്ട വർത്താനം പറയുന്നോടാ. പള്ളിയിൽ ആകപ്പാടെ പ്രശ്നമാണ് മുതലാളി. ഫെറോന വികാരി വെട്ടുചെറിയച്ഛൻ, അരമനയെന്ന് വന്ന മോൻസിഞ്ഞർ അച്ഛൻ, ഇവിടുത്തെ കൊച്ചച്ഛൻ, പിന്നെ അച്ഛനാകാൻ പോകുന്ന ചെമ്മാച്ചന്മാര്, അങ്ങനെ സെമിനാരി മുഴുവൻ ഞെട്ടി തരിച്ച് അന്തം വിട്ട് നിൽക്കുക മുതലാളി. കാര്യം എന്നാടാ? നമ്മുടെ പള്ളിയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് കുരിശുപള്ളി പണിയുന്നുണ്ടല്ലോ, അതിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന ഗാനമേളയുടെ ഫൈനൽ റിഹേഴ്സൽ നടക്കുക. അവിടെ ആദ്യത്തെ ഭക്തിഗാനം പാടണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് ആരാണെന്ന് അറിയാവോ? ആരാ? മുതലാളിയുടെ പുന്നാര മോൻ പ്ലാപ്പറമ്പിൽ തോമ. തോമായോ? നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും കഴിവില്ലാത്തവൻ ഗാനമേളയ്ക്ക് പാട്ട് പാടുന്നു. അത് തന്നെ അവിടെയും പ്രശ്നം. ഗാനമേളയ്ക്ക് പാടിച്ചില്ലെങ്കിൽ വെട്ടുചെറിയച്ഛൻ കുർബാന ചൊല്ലുമ്പോ പള്ളിയില് അത് അൾത്താരയുടെ മുന്നിൽ വന്നെന്ന് കൂവെന്ന് തോമ ഭീഷണിപ്പെടുത്തിയിരിക്കുക. എന്തൊക്കെ സംഭവിച്ചാലും തോമാച്ചനെ കൊണ്ട് പാടിപ്പിക്കരുത്. സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് തോമാച്ചൻ അകത്തേറി പാടുമ്പോ ഞാനും മുതലാളി ഇറങ്ങി പുറത്തേക്കും. അല്ലെങ്കിൽ ഞങ്ങൾ തല്ലിയിട്ട് നിലവിളിക്കുന്നെന്ന് നാട്ടുകാർ വിചാരിക്കും. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോയി. അവിടെ ഇടവക്കാര് മൊത്തം കൂടിയിരിക്കുക. എന്തും സംഭവിക്കാം. എന്റെ പിതാവേ, എന്താ തോമ, നിന്നിപ്പോ കാണാനായിട്ടല്ലോ? നിനക്ക് കാണാനായി
ഞാൻ എന്നും നിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഒരു കസേരയുണ്ട് ഇങ്ങനെ ഇരിക്കാം. ഒന്ന് പോടപ്പിക്കാൻ ഒന്ന് പോടാനെ പോത ഊളെ. തോമ നീ എന്താണ് രണ്ടു പരിപാടിയിട്ട് നിർത്തിക്കളഞ്ഞത്? ആ അച്ഛനാണ് ശരിയല്ല. ഈ കലാകാരനെ നുള്ളി കളഞ്ഞു. കലാകാരനെ മുള്ളി കളഞ്ഞു. കലാകാരൻ പ്രതിമ ആ പ്രതിമ വീണ ആരാലും മുള്ളിപ്പോവും. എങ്ങനെയാ പറഞ്ഞ മനസ്സിലാക്കണേ? അതല്ല കലാകാരൻ. ഓ കലാകാരൻ അങ്ങനെ പറ. കലാകാരനെ ആ അച്ഛൻ മൊലാലെ നുള്ളി കളഞ്ഞു. ബാബു തെക്കേല ബാബുവാ എന്റെ പിതാവ്. ഓ ബാബു ഓ ബാമ്പു മുള. അതാണ്. അതായത് ആ അച്ഛൻ ഇവനിലെ കലാകാരന് മുളയിലെ നുള്ളിക്കളഞ്ഞു. ഇണങ്ങി പോലെ നിന്റെ പ്രേമൊക്കെ എവിടം വരെ ആയി? തോമയ്ക്ക് പ്രേമോ? പിന്നെ എന്താണ് ഇതിനെ അത്ഭുതപ്പെടാൻ? ഏതാണ്ട് ഗർഭമുണ്ടോന്ന് ചോദിക്കണല്ലോ. തോമയ്ക്ക് പ്രേമുണ്ടോന്ന് ചോദിക്കണേ. എന്താണ് എനിക്ക് പ്രേമിക്കാന്? നമ്മുടെ ശങ്കരൻ ഭാഗവതരുടെ മോളുമായിട്ട് ഇവന് ഒട്ടുക്കത്തെ പ്രേമത്തില. അതെയോ? അതിങ്ങനെ പറഞ്ഞു പാട്ടാങ്കല്ലേ. അതിപ്പോ നാട്ടിൽ ആർക്കാണ് അറിയാൻ പാടില്ലാത്ത? റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയല്ലേ? അതിന്റെ ശബ്ദം എപ്പോഴും കേൾക്കാൻ വേണ്ടി ജീപ്പിൽ റേഡിയോ ഫിറ്റ് ചെയ്തവര് നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഓ എന്നെ ഇങ്ങനെ കൊല്ലി. ഈ നാട്ടുകാരെ കൊണ്ട് നോറ്റു. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും പാട്ടാങ്കല്ലേ. ആ കുട്ടിക്ക് കാഴ്ചക്കും കേൾവിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ പിയായെ, നിനക്ക് നല്ല അസൂയല്ലെന്തോന്ന് ഇവിടെ കണ്ടാതി ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്ക്. ചിമ്പാൻസിക്ക് പൈൽസിന്റെ അസുഖം വന്നോട്ട് മോന്താണ്. മര്യാദക്ക് സംസാരിച്ചില്ലേ? അതോയി നീ എന്തിടാ എന്റെ ഉപ്പുള്ള കളഞ്ഞില്ലടാ. എന്നോട് കൊല്ലി. എന്താ ശരിയല്ലേ കിണ്ടുണ്ണി? 2 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. എങ്കിലും മുഴുവൻ പായല. യോഗം ഉണ്ടെങ്കിൽ വരുമ്പോ കാണാ. എന്റെ ദൈവമേ, വീടടി മൂക്കിടിച്ച് എന്റെ വീടേ പാവാണേ. പോയി. അതൊന്നും കാര്യാക്കണ്ടെന്നേ. മോളിന്ന് വീണാലും മൂടല്ലേ പോകത്തുള്ളൂ. നീ ധൈര്യമായിട്ട് കയറുന്നേ. കൈവിട്ടുള്ള കളിയാണ്. ക്ലൈംബ് ചെയ്യാൻ വേണ്ടല്ല മനോവീര്യം കെടുത്തരുത്. ആ ജീപ്പി പോണ സാധനത്തിന് ശരിക്കുള്ള ശബ്ദം കൂടി കൊടുത്തല്ലോ. ഈ ഭൂഗോളോടത്ത് ഫുട്ബോൾ അടി കളിച്ചേനെ. ആ മുതലെങ്ങോട്ടെ പോയത്? എന്തോ ഒരു പൂവിന്റെ പാട്ട് പാടിയത് കേട്ടില്ലേ? കാത്തിരിപ്പൂ കൺമണിന്ന്. അത് പ്രേമിക്കാൻ പോകുമ്പോ പാടുന്ന പാട്ടാ. ഇനി ആ പെണ്ണ് ബസ്സിൽ വരുന്നത് വരെ കുട്ടം പിള്ളേരെ ചായക്കടയിലുണ്ടാവും. ഇതിലെന്താ തെറ്റി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. വാർഡ് മെമ്പറായ എന്നെ മെമ്പറെ എന്ന് നീ വിളിച്ചോ. മെമ്പറേന്ന് വിളിക്കാ. നമ്മള് തമ്മിലൊരു ബന്ധം തോന്നൂല. എന്നാ നീ എന്നെ ചേട്ടാന്ന് വിളിച്ചോ. അത് നേരത്തെ പറയണ്ടേ. കുണ്ടം പിള്ള ചേണ്ട. വെറും ചേട്ടാന്ന് വിളിച്ചാ മതിയെന്ന്. അങ്ങനെ വിളിക്കാണെങ്കിൽ രണ്ടുപേരും വേറെ ഉണ്ട്. എന്നാ നീ എന്നെ തെണ്ടിന്നോ പട്ടിന്നോ ഡാന്നോ വിളിച്ചോ. പേര് മാത്രം വിളിക്കരുത്. നീ കാരണം നാട്ടുകാര് മുഴുവൻ എന്നെ കുണ്ടംപിള്ളേ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടെന്താ പിള്ളേരൊന്നും ഇപ്പൊ ചായക്കടയിൽ വരാറ് പോലും ഇല്ല. എന്റെ മോടെ കല്യാണം വരെ മുടങ്ങിപ്പോയി. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ പേര് തുറുപ്പുചീട്ടാക്കിയെടുത്ത് എന്നെ തോപ്പിക്കുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു ഷേബുമോൻ എങ്ങനെയുണ്ട്? ഷേബുമോൻ എനിക്ക് പറ്റിയ പേര്. ഇഷ്ടയില്ല എന്ന് വേറൊരു പേര് നോക്കാം. ശശികുണ്ടൻ. അതിനകത്ത് കുണ്ടൻ എന്നാലും നിനക്ക് എന്റെ പേര് വിളിക്കാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ല ഇവന് ശ്രീകുണ്ടൻ. എന്താടാ കാമുക്ക് കൊട വെച്ചടിക്കുന്നത്? വിളിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം കഴിയാതെ ഒരു കളിക്കും ഞാനില്ല. ഓ എടാ പെമ്പിള്ളാരുടെ ആഗ്രഹമില്ല, അങ്ങ് സാധിച്ചു കൊടുക്കുക. ചീത്തപ്പേരുണ്ടെങ്കിലും ഒരു പരിപാടി വേണ്ട. ഓ ഇനി എന്തോന്ന് ചീത്തപ്പേരുണ്ടാക്കാൻ. ഇന്ന് പള്ളി കമ്മിറ്റിയുള്ള കാര്യം മറക്കല്ലേ? ആ ഓ ഞാൻ മറന്നു. ബഹളം വേണ്ട, നിർത്തേ. അവിടെ ഇരിക്കൂ. ഒരു പരിഹാരം ഞാൻ പറയാം. കമ്മിറ്റിയിൽ 2 അഭിപ്രായം വന്ന സ്ഥിതിക്ക് ഇരുകൂട്ടർക്കും സമ്മതനായ ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയാം. നമ്മുടെ അനാഥാലയത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മുഴുവൻ തുകയും സംഭാവന ചെയ്ത, നാട് മുഴുവൻ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന കൊച്ചു വീട്ടിൽ മാണിച്ചായ. മാണിച്ചായൻ തോമായുടെ അമ്മാവനും കൂടി ആയതുകൊണ്ട് തോമായ്ക്ക് കൂടുതൽ സന്തോഷമായി കാണുമല്ലോ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കമ്മിറ്റിക്ക് എത്താൻ ഇത്തിരി ലേറ്റ് ആയി പോയി, ക്ഷമിക്കണം. നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഏതായാലും നമ്മുടെ ഓർഫനേജിന്റെ നിർമ്മാണം നമ്മൾ ഉദ്ദേശിച്ചതിലും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വെട്ടിച്ചിറ അച്ഛന്റെയും ഈ കമ്മിറ്റിയുടെയും അശ്രാന്ത പരിശ്രമം കൊണ്ട് തന്നെയാണ്. മൺമറഞ്ഞുപോയ എന്റെ സഹോദരിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ
ആ സ്ഥാപനം ഞാൻ സമർപ്പിക്കുകയാണ്. കത്രീന മെമ്മോറിയൽ ഓർഫനേജ്. എന്നാലും ഈ മാണിക്കുഞ്ഞിന്റെ കയ്യിൽ എവിടുന്ന ഇത്രയും പണം? ഞാനുമായിട്ടുള്ള കൂട്ടുകച്ചവടം 99 പിരിഞ്ഞിട്ട് അവൻ എന്തൊക്കെ കച്ചവടം ചെയ്തിട്ടുണ്ടോ അതൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതെന്തോ കള്ളക്കടത്തോ കുഴൽപ്പണമാ. അല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയത് ആരെങ്കിലും ഇങ്ങനെ ദൂർത്തടിക്കുമോ? അമ്മച്ചിയുടെ മെമ്മോറിയലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കായിരുന്നു. ഓ, എന്നാത്തിനാ? അത് അവ എന്നെ കൊച്ചാക്കാൻ ഇട്ടതല്ലേ? ഒരു നയാ പൈസ മുടക്കാതെ എന്റെ ഭാര്യ ഓർക്കാൻ എനിക്കറിയാം. മുതലാളിയുടെ കൈ എന്തെങ്കിലും അറുത്ത് മുറിഞ്ഞു പോയിട്ടുണ്ടോ? എന്തുവാടാ? അല്ല, അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കാത്തവനാണ് മുതലാളി എന്ന് എല്ലാരും പറയുന്നോണ്ട് ചോദിച്ചതാ. കൊറേ ആയല്ലേ വെട്ടി വിഴുങ്ങുന്നേ. കിലോയ്ക്ക് എന്നാ വില എന്നാ വിചാരം? ഞാൻ 1 വർഷം കൂടെ ഇവിടെ ജോലി ചെയ്ത് ഈ കടം കൂടെ വീട്ടിക്കോളാം മുതലാളി. ജിനമേ, എന്തോ ഇതുകൊണ്ട് യാത്തോണ്ട് വെക്കേ. എന്നാ വാ, അകത്ത് കൊണ്ടുവച്ച് തിന്ന. ഉരുപ്പടി ഓ, തീർത്തളയല്ലേ. ജോയി കുഞ്ഞിന് വേണ്ടി ആ ചാലക്കലിലെ അന്തോണിയുടെ മോളുടെ കാര്യം ഒന്ന് ആലോചിക്കാൻ പറഞ്ഞിട്ട് നീ യോജിച്ചായിരുന്നോ? അത് ഞാൻ നമ്മുടെ ബ്രോക്കർ മാത്രനോട് പറഞ്ഞിട്ടുണ്ട് മുതലാളി. ബ്രോക്കർമാരോട് പറഞ്ഞ കമ്മീഷൻ നിന്റെ നന്ദ കൊടുക്കൂടാ. കാര്യങ്ങൾ നീ പോയി സംസാരിച്ചാ മതി. പിന്നെ സ്ത്രീധനം 2 കോടിയിൽ ഒരു നയാ പൈസ കുറയാതെ എനിക്ക് കിട്ടണം. മൂത്തവനോ പോയി. തോമയുടെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇങ്ങനെ കിണുകിണാന്ന് പറയുന്ന കിണുങ്ങൻ എന്ത് സ്ത്രീധനം കിട്ടാനാ? വെറുതെ തീറ്റിപ്പോറ്റാന്നല്ലാതെ ബാക്കിയുള്ളവർക്ക് ഭാരമായിട്ടൊരു പാഴ്ജന്മം. ഇത് ബില്ലിന്ന് ചക്ക ബാക്കി കാശി അടുത്ത 10-ാം തീയതിയാണെന്ന് പറഞ്ഞു. സ്വപ്ന ഒന്നുകൂടി ഒഴുകാനുണ്ട്. അതുകൊണ്ട് നാളെ പാവം കൊപ്ര കയറ്റുവിടാൻ പറ്റാത്തോണ്ട് കരഞ്ഞുപോയി. ഹലോ സ്വന്തം സൗണ്ടസി. ഹലോ തൊണ്ടനസി, മൂക്കിണസി. ഹലോ കുഴപ്പമൊന്നുമില്ല. അതാരാ പിന്നീട്? അപ്പനാണല്ലേ? എന്താ ഒന്നുമില്ല. അപ്പനെന്താ ഒരു ഊഷാനില്ലാതെ പലിശക്കാശെല്ലാം പോയോ? അതല്ല, ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമമായോ? എന്തോന്ന് വിഷമാപ്പ? ഇനി അതും പറഞ്ഞ അപ്പം വിഷമിക്ക എനിക്ക് വിഷമാവുക. പറഞ്ഞേക്കാം, ഞാൻ ജനിച്ചപ്പോ തന്നെ ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കും 2 കോടി കിണ്ടില്ലായിരുന്നപ്പ. ബിസിനസ് ആണെങ്കിലും ബിസിനസ് അവിടെ ലാഭിക്കാൻ നോക്കിയപ്പോ ഇവിടെ പോയി അല്ലേ അപ്പ? അപ്പനെ ഒന്ന് കേട്ട് വിഷമിക്കണ്ട. അപ്പന് സന്തോഷം ഉണ്ടാകുന്ന കാര്യം ഞാൻ പറയാം. നാളെ മുതലേ ഒരു 2% പലിഞ്ഞോട് കേട്ടിക്കോ. കാലക്കാരുടെ കാശല്ലേ കേട്ടിക്കോ. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായി. നീ ഇതങ്ങോട്ടാ കടത്തിലേക്കാ. ഒന്ന് നിന്നേ. എന്താ നീ ആ മത്തായിയോട് വഴി വെച്ച് സംസാരിക്കാറുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടല്ലോ, ശരിയാണോ? ഏത് മത്തായി? യു മീൻ പഴയ മോൻ പുതിയ മുസ്തഫ? ശരിയാണ്, സംസാരിച്ചു. അയാൾ ഈ മുറ്റത്ത് വന്ന് അപ്പനോട് കൊറേ ബഹളമൊക്കെ വെച്ചിട്ട് പോയതല്ലേ. വഴിയിൽ വെച്ച് കണ്ടപ്പോ ഞാൻ ശരിക്കും കൊടുത്തു. അപ്പൻ ഇപ്പോഴും അയാളോട് മൂത്ത മോനാന്നൊരു സെന്റിമെന്റ് കാണിക്കണ്ടോന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ടോ. പുകഞ്ഞു കൊള്ളി പുറത്ത്. അല്ല പിന്നെ റോമ, ഇങ്ങേരുടെ ജീവിതം തൊലച്ചത് ഞാനാന്നും പറഞ്ഞ് എന്നോട് എപ്പോഴും വഴക്കാം. ശരിയല്ലേ? തിരുതമീന്റെ വായിക്കാത്ത ആദ്യം ലവ് ലെറ്റർ ചുരുട്ടി വെച്ചെന്ന നീയല്ലേ? പെരുന്നാളിന് നെയ്ച്ചോറ് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തിയത് നീയല്ലേ? എന്നും പറഞ്ഞ് പാപ്പയെ കണ്ടപ്പോ കേറി കട്ടിനടി കൊളിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞോ? അതല്ലേ കുഴപ്പമായത്. പാപ്പ ആളെ കൂട്ടി വന്ന് കയ്യോടെ പിടിച്ച് രജിസ്റ്റർ കല്യാണം നടത്തിയത് ഞാൻ എന്തോ പഴിച്ചു. നിങ്ങൾക്കിപ്പോ എന്താ ഞാൻ പോരാൻ തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ മൊഴി ചൊല്ലി വേറെ പെണ്ണിന്റെ കൂടെ പോയി പുറത്തോ. വെറുതെ കൊതിപ്പിക്കല്ലേ ആമിന. എന്താ എന്തെങ്കിലും പറഞ്ഞേ? ഞാൻ നിങ്ങളെ വഴക്കി കേൾക്കാൻ വന്നതല്ല. നെല്ലിങ്ങ കൊണ്ട് മണിഞ്ഞ പോലെ കുഞ്ഞുങ്ങളായി. അപ്പഴേ പിന്നെ തല്ലിവിടണം. എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. നോക്കി കളിക്ക് പിള്ളേരെ. തോമപ്പ വന്നു. എന്താ മുസ്തഫ, നിസ്കരിക്കാറായില്ലേ? വരുന്നു പാപ്പ. എന്തെന്നെ പോയത് നോക്കട്ടെ. പോയിട്ട് എന്തെന്നെ അനുസരണം.
വലിയ പേടിയാ. പിന്നെ പേടിക്കണല്ലോ, കണ്ടില്ലടിന്ന് പിടിക്കല്ലേ. അടിയാ, അത് കഴിച്ചിട്ട് പോവാം. അയ്യോ, ഇവിടെ വന്നു എന്ന് പറഞ്ഞ അപ്പനെ ഭദ്രയാകും. പിന്നെ അടഞ്ഞു പോകാനും കിട്ടില്ല. നീ അല്ലെങ്കിൽ ഇവിടെ വരുന്നത് ഞങ്ങളെ കാണാനല്ലാന്ന് എനിക്ക് അറിയാം. ഒറ്റത്തിന് വിളിച്ച് പറയല്ലേ. നീ എവിടെ വിളിച്ചാൽ നിന്നെ അവിടെ ഇട്ട് ഞാൻ തട്ടൂടാ. എങ്ങനെയുണ്ടായിരുന്നു എന്നെ? അയാളുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയല്ലേ? കണ്ടുവല്ലേ, സത്യം പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് അവനെ കിട്ടിയത്. അത് എന്റെ കരച്ചിലായിട്ട് ഇപ്പൊ മനസ്സിലായി. സാധാരണ ഞാൻ കരഞ്ഞോണ്ടാണ് ഇടിഞ്ഞാറ്. പിന്നെ അവൻ സ്കൂളിൽ നിന്നുള്ള കണ്ടാണ്. പിന്നെ എന്തും കിട്ടി വിശേഷം? താനൊന്ന് പോയേ, ആളുകൾ ശ്രദ്ധിക്കും. എന്തിനാ എന്നിങ്ങനെ ശല്യം ചെയ്യുന്നേ? കല്യാണം കഴിക്കാൻ അതിന് എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്റെ അച്ഛൻ എന്നെ ഒരു ഗായകനെ കൊണ്ട് മാത്രമേ കെട്ടിക്കൂ. ഒന്ന് മതിയാക്ക മുതലാളി. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ ഈ കുട്ടുകത്തിനകത്ത് കയറി എന്നുള്ള കരച്ചില്. ഞാൻ സൗണ്ട് ശരിയാ സാധനം ചെയ്യണേ. എന്നാ പിന്നെ ആ കായൽ കിടന്ന് ചെയ്തൂടെ? എന്തിന് മീനുകൾക്ക് സാധനം ചെയ്യാനോ? നീ വിവരം അറിഞ്ഞിട്ടാണോ കരയുന്നേ? എന്ത് വിവരം? എടാ, നിന്റെ വീട്ടില് റെയ്ഡ് നടക്കണെന്ന്. ഇതാവേ അപ്പനെ വേനക്കാലത്തിനെ പോലീസ് പൊക്കിയ. എടാ, ആ റെയ്ഡ് അല്ല, നിന്റെ വീട്ടില് ഇൻകം ടാക്സ് റെയ്ഡാ നടക്കുന്നേ. ചേച്ചിമാര് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോകണു. എന്തിനാ? അല്ല, സ്ത്രീകളില്ലാത്ത വീടാ. അപ്പൊ ഇതൊക്കെ അരക്കി പറിക്കി വെക്കാൻ ആര് വേണോ? ഓ, എന്തൊരു പോസാണ്. എന്താണോ? ഒരു ചായ എടുക്കണ്ടേ? വേണ്ട. ഒരു ഫാന് വെള്ളായാലോ? വേണ്ട. ഇതിന്റെ കോപ്പി എവിടെ? കോപ്പി എനിക്കറിയില്ല. ഞാനിക്കൊരു കാപ്പി തരാം. താൻ ഇതിനിടയ്ക്ക് ഇറങ്ങി നടക്കാവോ? ആ, ശരി. അപ്പൊ റെയ്ഡ് നടക്കുമ്പോ നമ്മൾ നടക്കാൻ പാടില്ല. ഓക്കേ. പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല. ദാറ്റ് വാസ് എ റോങ് ഇൻഫർമേഷൻ. അസൂയക്കാര് വല്ലതും പറയണ കേട്ട് ഇങ്ങനെ ഓടിക്കേറി വരല്ലേ സാറേ, പ്ലീസ്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൊള്ളപ്പലിശ വാങ്ങിയ കള്ളപ്പണം തന്റെ കയ്യിൽ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. താനതെങ്ങോട്ടാ മാറ്റിയത്? പള്ളി സെമിത്തേരിയില് എന്റെ ഭാര്യ കത്രീന അമ്മയുടെ കല്ലറയിലേക്ക്. ഇനി അതും കൂടെ മാന്തി പൊളിച്ചു നോക്കാൻ പറ. താൻ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ പൊക്കിയിരിക്കും. പൗലയെ പൊക്കാൻ പറ്റിയ ഒരു പോലീസും ഇതുവരെ ഈ നാട്ടിൽ വന്നിട്ടില്ല സാർ. ആട്ടെ, എന്റെ ഏത് ശത്രുവാ ഇതിന്റെ പിന്നിൽ? ഈ കച്ചവടത്തിൽ സാറിന് എത്ര കിട്ടി? വേണ്ട സാറേ, പ്രായമുള്ള മനുഷ്യനെ. വേണ്ടാതീനും പറഞ്ഞ പൊക്കിയെടുത്ത് ജീപ്പിലിടും ഞാൻ. തനിക്കെന്നെ അറിയില്ല, ശത്രുവാരാന്നല്ലേ താൻ ചോദിച്ചേ? എന്നാ കേട്ടോ, ഞാൻ തന്നെയാ തന്റെ ശത്രു. പണ്ട് ഈ നാട്ടിലൂടെ താൻ കയ്യാമം വെപ്പിച്ച് നടത്തിയ ഒരു രാഘവ പണിക്കരെ ഓർമ്മയുണ്ടോ? ആ രാഘവ പണിക്കരുടെ മകനാ ഞാൻ. തന്റെ തറവാടിന്റെ അസ്ഥിവാരം തോണ്ടിയിട്ടേ ഞാനിവിടുന്ന് പോകും. കൂടെ നിന്ന് ചതിക്കുന്നവൻ സ്വന്തം മകനാണെങ്കിൽ പോലും പൗല വെറുതെ വിടുകയല്ല. കിട്ടി കമ്പനിയിലെ മാനേജരായി നിന്നിട്ട് കള്ളക്കണക്ക് എഴുതിയ കള്ളൻ എന്ന ചീത്തപ്പേര് തന്നെ കിട്ടുക. ആ പഴങ്കഥ പറഞ്ഞ് സാർ എന്നെ വരട്ടാൻ നോക്കണ്ട. എന്റെ സാറേ, ഒന്നും ചെയ്യല്ലേ. പ്ലാപ്പറമ്പിൽ പൗലോയുടെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു. പള്ളി സെമിത്തേരിയില് തനിക്കുള്ള കുഴി ഞാൻ വെട്ടിത്തുടങ്ങി. കാത്തിരുന്നു. ശരി, അപ്പൊ ഇയാള് കുഴിവണ്ടിയാണ്. എന്തായല്ലേ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം?
മുതലാളി മുതലാളി ദാ കൊപ്രാക്കളത്തിൽ നിന്ന് തന്ന കാശ. തോമാ, നീ ഇത് 5 മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പന് 5 വർഷം കഠിന തടവ് കിട്ടിയതേ. ക്ഷമിക്കണം മുതലാളി, കുറച്ച് വൈകിപ്പോയി. ഇനി ഞാൻ ആവർത്തിക്കില്ല. അപ്പുറത്തെ കാണും പോടാ മണ്ട കൊണാപ്പ. മണ്ട കൊണാപ്പ അവന് അവൻ കാണാതെ വേണം. എന്നാ പിന്നെ ഞാൻ കണ്ടറിഞ്ഞു പോയേക്കാം. ചെന്ന് വന്നു പലതും കാണാതെ പോയിന്ന് തോന്നണു. എന്നെ മൂടി കളഞ്ഞു തെണ്ടി. ഞാൻ എന്തെടുക്കണ്ട, ഞാൻ അപ്പുറത്തെ ഊടേം പോയി തരൂ. കൊഞ്ചാമ്മയുടെ മകള് വന്നേ. പെണ്ണിന്റെ വീട്ടുകാർ എന്ത് പറഞ്ഞടാ? ഇനി ഈ വക വർത്താനം പറഞ്ഞ് നീ എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്റെ പല്ല് ഞാൻ കൊഴിച്ചോളാം. സ്വന്തം മോനെ ലേലം വിളിക്കാൻ നാണമില്ലടാ നായിന്റെ മോനെ എന്നൊക്കെ അവരെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു മുതലാളി. ആര്? ചാലക്കൽ അന്തോണിയോ? ഇത് മുല്ലശ്ശേരിക്കാര്. അന്തോണി പറഞ്ഞത് കാശ് ലാഭിക്കാൻ വേണ്ടി മുതലാളി അണ്ടർവെയർ പോലും ഇടൂലെന്ന. നേരാണോ മുതലാളി? എന്റെ തൊഴി വാങ്ങരുത്. ഇതൊക്കെ അവര് പറഞ്ഞതല്ലേ മുതലാളി? ഒരു വീട്ടിൽ ചെന്നപ്പോ പറയാ, ഞങ്ങളുടെ മോളെ ആ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടുന്നതിലും ഭേദം അതിനിച്ചിരി വിഷം കൊടുത്ത് കൊല്ലുന്നതാണെന്ന്. പിന്നെ തെണ്ടിയൊന്നും നാറിയൊന്നും മുന്നിൽ ചേർക്കാതെ ഒരു മനുഷ്യൻ പോലും മുതലാളിയുടെ പേര് പറഞ്ഞില്ലാന്നേ. നിർത്തടാ, കേട്ടിടത്തോളം മതി. എല്ലാ അസൂയാലുക്കളാ അസൂയാലുക്കൾ. എടാ, ഇതൊക്കെ ആൾക്കാർ പറഞ്ഞതാണോ? ഇതിനേക്കാൾ കണ്ണുപൊട്ടുന്ന തെറിയാ പറഞ്ഞത്. വിശപ്പ് കാരണം ഞാനെല്ലാം മറന്നുപോയതല്ലേ. നീ ഇത്തിരി പഴങ്കഞ്ഞി എടുത്തു വെച്ച, പഴങ്കഞ്ഞി കുടിച്ചാൽ പഴയതെല്ലാം ഓർമ്മ വരുമെന്ന്. അങ്ങനെ ഇനി വാസുവിന് എവിടെ വേണമെങ്കിലും യഥേഷ്ടം സഞ്ചരിക്കാം. കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? മരുന്ന് മുടക്കരുത്. പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഇവിടെ വന്നാൽ മതി. മുതലാളി, ഇതുപോലത്തെ ഒരു സൈക്കിൾ എനിക്ക് മേടിച്ചു തരാവോ? തൽക്കാലം നീ ഇങ്ങനെ നടന്നാ മതി. ശരിയാ, ഇതൊക്കെ ഓടിച്ച് നടന്നു കഴിഞ്ഞാ ഞാൻ വികലാംഗനാണെന്ന് നാട്ടുകാർ പറയും. ഇതാവുമ്പോ പിന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ. ആ വാടക തന്നെ. അപ്പം വരുന്നുണ്ട്, വാടക എടുത്തു വെച്ചോ. ഇപ്രാവശ്യം വാടക കൊടുക്കുന്നില്ല. അതെ, വെറുതെ അപ്പന്റെ അടുത്ത് വഴക്കിലൊന്നും പോണ്ട നിങ്ങള്. വാടക വാടക തരാൻ പറ്റത്തില്ല. തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട. വാ മുതലാളി, വാടക വാങ്ങിടാ. വാടക മാത്രം മേടിച്ചാ പോരാ, ഇതിന്റെ ചോർച്ച ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് എത്ര നാളായി? എന്നിട്ട് ചെയ്തോ? കട ഉപയോഗിച്ച് നശിപ്പിച്ച അത് കടക്കാരന്റെ ചെലവിൽ തന്നെ നന്നാക്കി കൊള്ളണം. അതാ നാട്ടു നടപ്പ്. അതെ, അതാ നാട്ടു നടപ്പ്. ബുദ്ധിമുട്ടാണെങ്കിൽ കട ഒഴിഞ്ഞു പോകാൻ പറയണം. അങ്ങനെ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ലെന്ന് പറയണം. മര്യാദയ്ക്ക് വാടക തരാൻ പറയണം. കട നന്നാക്കിയിട്ടേ ഇനി വാടക തരുന്നുള്ളൂ. എന്നാ കട നന്നാക്കിയിട്ട് നീ വാടക തന്നാ മതി. അങ്ങനെ വഴിക്ക് വാ. കാലം ഇതിരിക്കട്ടെ. അയ്യോ, ചതിച്ച് 500 ഉള്ളൂ. എടി, ഒരു 100 രൂപ കൂടി ചേർത്ത് 2000 രൂപയുടെ മീനാ കൊണ്ടുവന്നത്. നിന്നെ വാടക മീനിങ്ങട് വാങ്ങിച്ചു പോരുത്. ഇത് ഞാൻ നോക്കിക്കോളാം. ഇവരെ അറിയിക്കാം. നടന്നു. എന്താണോ വലിയ മീനൊക്കെ ആയിട്ട്? അയ്യോ മുതലാളി, ആഴ്ചയിൽ 10 രൂപ വരെ ചാളയല്ലേ വാങ്ങത്തുള്ളൂ. ഇത് വാടക തരാത്തതിന് മുതലാളിയുടെ മോന്റെ കടയിൽ നിന്ന് റാഞ്ചി എടുത്തതാ. സമ്പാദിച്ചു കൂട്ടുന്നൊക്കെ മുകളിലോട്ട് പോകുമ്പോ കൊണ്ടുപോകാൻ മറക്കരുത് പറഞ്ഞു കൊടുക്ക്. നിക്കേ, എന്റെ ഭാര്യയുടെ പേരിൽ അനാഥാലയം പണിയാൻ തനിക്കാര അനുവാദം തന്നെ? തന്റെ ഭാര്യ ആകുന്നതിന് മുമ്പ് അവളെന്റെ പെങ്ങളായിരുന്നു. കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാ ഭർത്താവിന് അവകാശം, പിന്നെ അവളുടെ വീട്ടുപേര് പോലും ഭർത്താവിന്റെ. എന്നാ പിന്നെ ഭാര്യയുടെ പേരിൽ ഭർത്താവിന് അതൊക്കെ പണിഞ്ഞു കൊടുക്കാൻ മേലായിരുന്നോ? എടോ, കുറെ പണം സമ്പാദിച്ചു എന്ന് വിചാരിച്ച് താൻ എല്ലാം നേടിയെന്ന് കരുതണ്ട. വലിയ മുതലാളിയായിട്ടും ജോയിക്കുട്ടിയുടെ വിവാഹം എന്താ നടക്കാത്തേ? അതാ പറഞ്ഞത്, പണത്തെക്കാൾ ഉപരി മറ്റു പലതും ഉണ്ട് ഈ ലോകത്ത്. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിച്ചാലേ തറവാട്ടിലേക്ക് ഒരു പെണ്ണ് വന്നു കയറൂ. അല്ലാതെ നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും തന്റെ മരുമകളായി ആ വീട്ടിൽ കാല് കുത്തുമെന്ന് താൻ കരുതണ്ട. എന്റെ സമ്മയ്ക്ക എന്റെ ഒരു ബുദ്ധി. എന്താ പൈസ പോയതാ. 5 വയസ്സുണ്ടല്ലോ നക്കിയെടുക്കണ ആക്കാരല്ലേ? എടുത്തോ എടുത്തോ. ഓളെ പിഞ്ഞായേ
क्या बोलती तू? क्या मैं बोलूं? सुना आने खन्ना ई सोनम आने खन्ना चुम्मा गाएंगे नाचेंगे पीछेंगे पूछेंगे ये पीछा उड़ना बंदा ऐसा करेंगे क्या? എന്റെ പൊന്നോ ഇതെന്നെ സ്വന്തം നിനക്ക് പ്രാന്തായോ? ഞങ്ങള് പാവങ്ങളാ. തോമയോടും അപ്പനോടും മത്സരിക്കാൻ തന്റെ ഇല്ലാത്തവരാ. മാത്രമല്ല മൂത്ത മോളെ പറഞ്ഞയക്കാൻ തോമയുടെ അപ്പന്റെ കയ്യിൽ നിന്ന് കുറെ പണവും വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം അപേക്ഷിക്കാനേ കഴിയൂ. ദയവ് ചെയ്ത് എന്റെ മോളെ ശല്യം ചെയ്തതെന്ന് തോമയോട് പറയണം. ചേടാ, ഇവനിങ്ങനെ പ്രേമം എന്നൊക്കെ പറഞ്ഞു നടക്കാൻ നാണമില്ലേ? ഒന്നുമില്ലെങ്കിലും സ്വന്തം ജാതി നോക്കണ്ടേ? മറ്റുള്ളവർക്ക് മാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുക വൃത്തികെട്ടവൻ. അവനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ഭാഗവതര് ധൈര്യമായിട്ട്. ശരി. എല്ലാ പ്രണയകഥയിലും ഈ അഞ്ചന്മാരിങ്ങനെ വില്ലന്മാരാൻ തുടങ്ങിയ നമ്മളെങ്ങനെ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞതിനും കാര്യമുണ്ട്. അവരച്ഛനും മോളും ശബ്ദം കൊണ്ട് ജീവിക്കുന്നവരാ. നീ ഇങ്ങനെ ഒരു ശബ്ദം കൊണ്ട് അവളുടെ പുറകെ നടന്നാ എങ്ങനെ ശരിയാവാനാ? എന്നെ പൊന്നി ഞാൻ നമ്മുടെ ചന്തമുക്കിലെ കുമാരന്റെ സൗണ്ട് എങ്ങനെയുണ്ട്? നല്ല യേശുദാസിന്റെ സൗണ്ട് അല്ലേ? പക്ഷെ അയാൾക്ക് കുട്ടികളുണ്ടോ? ഇതാണ് പറഞ്ഞത്. ദാമ്പത്യ ജീവിതത്തിൽ സൗണ്ടിന് ഒരു കാര്യമില്ല. അല്ല, തോമേന്റെ കാര്യം വന്നപ്പോ നിങ്ങൾ എന്താ ഒരു ന്യായം പറച്ചിൽ ഉരുണ്ട് കളിയും? അതെ, അങ്ങനെ ചോദിക്കി. എടി, ഇത് നമ്മളെ പോലെ അല്ലല്ലോ, വൺ സൈഡ് അല്ലേ? നേരാണോ തോമ? അതെ, ആ കുഞ്ഞിനി എന്നോട് വലിയ പ്രേമോ. പക്ഷേ എനിക്കങ്ങോട്ടില്ലല്ലോ. എങ്ങനെ 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 തിരിഞ്ഞു പോയതാ. ആ കുഞ്ഞിനി എന്നെ ഇഷ്ടാണെന്ന് നമ്മുടെ അപ്പനെ മേടിച്ചിട്ട് പറയാത്തതാ. ആ കുഞ്ഞിനെ ആ വീടിന്ന് ഇറങ്ങി വിടില്ലേ? ഇനി ആ കുട്ടിക്ക് ഇഷ്ടമായെങ്കിൽ തന്നെ അപ്പൻ എന്നെ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കല്യാണ കമ്പോളത്തിലെ എന്റെ വിദ്യ ഒന്നും കിട്ടില്ലാന്ന് അപ്പനറിഞ്ഞ നമ്മുടെ ജോയ് കുഞ്ഞിനി 2 കോടി കിട്ടിയ അപ്പനാപ്പിയാവും. പിന്നെ ഞാൻ ഏത് പെൺകുഞ്ഞിനെ കൊടുത്താലും അപ്പന് ഒരു കുഴപ്പമുണ്ടാവില്ല. ജോയ് കുഞ്ഞിന്റെ കല്യാണം നടക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ തറവാട്ടിനെ ഒരു സൽപ്പേരില്ലാഞ്ഞിട്ടാന്ന് എല്ലാരും പറയുന്നേ. തറവാടിനുള്ള ചീത്തപ്പേരെന്ന് പറഞ്ഞ നമ്മുടെ അപ്പനായിട്ടുണ്ടാക്കി ചീത്തപ്പേരാ. അതെന്ത് മാറ്റിയടിക്കണം. നമ്മുടെ അപ്പന്റെ സ്വഭാവം മാറാതെ അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ലടാ. അതിനൊക്കെ ചില വഴികൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഈ സൗണ്ടിന് മാത്രമേ തോമയ്ക്ക് കുഴപ്പമുള്ളൂ. ബുദ്ധിയുടെ കാര്യത്തില് നീ എന്തായി പറയുന്നേ? അങ്ങനെ കാശ് ചെലവാക്കിയിട്ടുള്ള ഒരു സൽപ്പേരും ഈ പൗലോയ്ക്ക് വേണ്ട. ഈ ഇരിക്കുന്ന സാധനത്തിന് 2 കോടി കിണ്ടണെങ്കി മതി. അപ്പന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഉദാഹരണത്തിന് ഇപ്പൊ അപ്പന് കന്നുകാലി കച്ചവടം കരുതുക. ഈ ഇരിക്കുന്ന ജോയ് കുഞ്ഞ് അപ്പൻ 2 കോടി രൂപയ്ക്ക് വിൽക്കാൻ പറ്റിരിക്കുന്ന പോത്താണ്. വേറെ ഉദാഹരണം ഒന്നും കിട്ടിയില്ലേ? എന്റെ ചേട്ട അപ്പന് മനസ്സിലാവുന്ന ബിസിനസ് പറയണ്ടേ? അപ്പ ഈ പോത്ത് 2 കോടിക്ക് പോണില്ല, 1 കോടിക്ക് പോണില്ല. ഈ പോത്തിന് ആർക്ക് വേണ്ട. നമ്മൾ എന്ത് ചെയ്യും? ഈ പോത്തിനെ നമ്മൾ വെട്ടാൻ കൊടുക്കും. അനവസ്ഥാന കയ്യ അതവിടെ നിങ്ങണ്ടേ. അപ്പൊ നമ്മൾ ഈ പോത്തിന് വില ഉണ്ടാക്കാൻ വേണ്ടി ഈ പോത്തൊരു പ്രത്യേകതരം പോത്താന്നും ഇതിന്റെ തന്ത ആഫ്രിക്കയിലാണ് ജനിച്ചതെന്നും നമ്മൾ അടിച്ചുവിടും. അയ്യോ, അപ്പൊ മുതലാളി ആഫ്രിക്കയിലാണോ ജനിച്ചത്? ഒന്ന് മിണ്ടായിടെ പിശാച് പോലെ. എടാ, ഇത്രയും കാലം ഉണ്ടാക്കാൻ പറ്റാത്ത സൽപ്പേര് ഇനി പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാനാ? കഴിയുണ്ട്. അപ്പ 2 കോടി കിട്ടാൻ വേണ്ടി അപ്പന് ഒരു 5 ലക്ഷം രൂപ ചെലവാക്കാൻ പറ്റൂ. 5 ലക്ഷോ? നടക്കില്ല. എന്നാ ഇതൊരു ബിസിനസ് ആയിട്ട് കാണ്. ഇത് വിറ്റ് പോവാൻ പറ്റാത്ത പോത്തായതുകൊണ്ട് 1 കോടി 95 ലക്ഷത്തിന് വിറ്റൂന്ന് കരുതിയാ മതി. അത് പലിശയ്ക്ക് കൊടുത്താ പിന്നെ മണ്ണവല്ല കാശോട് ഒഴുകിയല്ലേ. അപ്പൻ സർമ്മ കൊടുക്കുന്ന ആളാന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കണം. അതിന് ഈ നാട്ടിലെ പാവപ്പെട്ട 5 പെൺകുഞ്ഞുങ്ങളുടെ കല്യാണം അപ്പന്റെ ചെലവിന് അപ്പൻ നടത്തി കൊടുക്കുന്നു. അത്യാവശ്യ സമയത്ത് നാക്ക് മൂക്ക് ഉടക്കും. ഒന്നുകൂടി നോക്കണേ. പ്ലാപ്പറമ്പിൽ പൗലോ നടത്തി കൊടുക്കുന്ന സമൂഹ വിവാഹം അതിനുണ്ട്. അതോടെ പിശുങ്ങൻ മനുഷ്യക്കാരൻ അങ്ങനെയുള്ള അപ്പന്റെ ചീത്ത പേര് മാറും. പിന്നെ
പിന്നെ ഈസി ആയിട്ട് ഈ ജോലി കുഞ്ഞിന് 2 കോടിയുടെ ഒരു ബെസ്റ്റ് കുഞ്ഞിയെ കിട്ടും. നീ പറയുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വലിയ ദാനധർമ്മിഷ്ഠനാണെന്നൊക്കെ പറഞ്ഞ നാട്ടുകാരത് വിശ്വസിക്കൂടാ. ഇവിടെയാണ് നമ്മൾ ബുദ്ധി കാണിക്കേണ്ടത്. നാളെ നമ്മുടെ അടമകേന് വാർഷിക ധ്യാനം അല്ലേ? ഒരിക്കലും പള്ളി പോവാത്ത അപ്പൻ നാളെ എല്ലാവരും ഞെണ്ടിഞ്ഞോണ്ട് ധ്യാനത്തിന് പോണം. ധ്യാനം കഴിയുമ്പോ അപ്പന് ദൈവകൃപയാൽ പെട്ടെന്നൊരു മാനസാന്തരം. പിന്നെ ജനങ്ങൾ വിശ്വസിച്ചോളും. അല്ലപ്പ അപ്പന് ശരിക്കും മാനസാന്തരം വന്നു തോന്നണു. വേടച്ചും തുള്ളണ്ടായിരുന്നല്ലോ. അതാ പലിശ തരാതെ മുങ്ങി നടന്ന ഔസേപ്പിനെ മുമ്പിൽ കണ്ടപ്പോ അറിയാതെ ദേഷ്യം കൊണ്ട് തുള്ളിപ്പോയതാ. വല്ലതും പറയാൻ പറ്റൂ? ദാനമല്ലയോ? എങ്ങനെ ഉണ്ടായിരുന്നു പൗലോ ധ്യാനമൊക്കെ? എന്റെ അയ്യോ, ഞാൻ തന്നെ ഞെന്നിപ്പോയി. അച്ഛന്റെ ആദ്യത്തെ വന്നില്ലേ, അപ്പൻ തന്നെ അപ്പന് മാനസാന്തരം വന്നു. എവിടുന്ന് വന്നു എനിക്ക് അറിഞ്ഞൂടാ. നന്നായി പൗലോ. ദൈവമാ പൗലോയെ വീണ്ടെടുത്തത്. പൗലോ ചുങ്കക്കാരന്റെ ഉപമ കേട്ടിട്ടില്ലേ? അന്യായമായി വെട്ടിപ്പിടിച്ചതൊക്കെ പൗലോ ഇനി പാവങ്ങൾക്ക് വീതിച്ചു നൽകണം. അതേനാണ് അച്ഛൻ പറയണത്. അതിന് തുടക്കമായിട്ട് ഒരു സമൂഹ നടത്തിയാലോന്നൊരു വളരെ നല്ല കാര്യമാണ്. ഇതൊന്നും ഒട്ടും വൈകിക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുമോ ഫാദർ? ഇവിടുന്ന് തുടങ്ങാം. ധ്യാനം ചെയ്യും. എടാ ഇത് 100 രൂപയാ. ഈ സമയത്ത് എഞ്ചിനീയറും കാണിക്കല്ലേ ഇണ്ടി. അതിലിടി ഇടുന്നേ കളഞ്ഞി പൗലോ മുതലാളി. അത് തന്നെ. പക്ഷെ സ്വഭാവം മാറി. സമൂഹ വിവാഹം. കൊടുവള്ളി പഞ്ചായത്തിലെ 5 പാവപ്പെട്ട പെൺകുട്ടികളെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് നമ്മുടെ പൗലോച്ചായൻ വിവാഹം ചെയ്തു കൊടുക്കുന്നു. പ്ലാപ്പറമ്പിൽ പൗലോച്ചായന്റെ സന്മനസ്സിന് മുമ്പിൽ 1 കോടി നമസ്കാരം. സമൂഹ വിവാഹം. എന്താ അല്ല, കാക്ക വല്ലതും മലർന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ. ഞാൻ എന്തുവായി കേൾക്കുന്നത്? ആദ്യം കേട്ടപ്പോ തെങ്ങിന്റെ മുകളിൽ നിന്ന് എന്റെ കൈ വിട്ടു പോയായിരുന്നു. ഇന്നിന് കയറാൻ പറ്റുന്നല്ല. അല്ല മെമ്പറെ, ഈ പൗലോ മുതലാളിക്ക് ചിലപ്പോ പ്രാന്തായി പോയതായിരിക്കും. ചുമ്മാ ഒരുമാതിരി. അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? പൗലോ മുതലാളി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് മാനസാന്തരം വരുമോ? ധ്യാനം കൂടിയിട്ട് അങ്ങനെ പലർക്കും മാനസാന്തരം വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ആണെങ്കിൽ കൊള്ളാം. അപ്പൊ ഇനി നമ്മളോട് എല്ലാം പുറത്ത് സ്നേഹത്തോടെ പെരുമാറുമായിരിക്കും അല്ലേ? പെരുമാറുവോ? വിളിക്ക് വിളിക്ക്. അപ്പാ, ആരാടാ നിന്റെ അപ്പൻ? നല്ല മാനസാന്തരം. അപ്പൻ അങ്ങനൊന്നും മാറത്തില്ലടി. 5 ലക്ഷത്തില് ഒരു നയാ പൈസ ഞാൻ കൂടുതൽ തരികയല്ല. എല്ലാം ചെലവ് കുറച്ച് ചെയ്തോണ്ടാ മതി. അങ്ങനെ ഒന്നും എന്നോട് പറയണ്ട. അതെ, അപ്പനായിട്ട് ചെലവ് അധികമാക്കാതിരുന്നാ മതി. ചിലവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് നോട്ടീസിൽ അടിച്ചാലോ? അവരവരുടെ ഭക്ഷണം അവരവർ തന്നെ കൊണ്ടുവരണമെന്ന്. നിന്റെ ആരാണ് മുനി കാണിക്കുന്നേ? മിണ്ടരുത്. ഇപ്പൊ തന്നെ അപ്പന് പേരായി തുടങ്ങി. ആളുകള് എന്തൊക്കെ പറയണെന്ന് അറിയോ? ചിലര് പറയുന്നത് കെട്ടിക്കാൻ പോകുന്ന 5 പെൺകുട്ടികളും മുതലാളിക്ക് പുറത്തുണ്ടായ മക്കളാന്ന. എന്റെ ദൈവമേ, ചിന്ത പേര് കൂടിയോ? 5 ലക്ഷം മുടക്കിയിട്ട് പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ കൊല്ലുന്ന നിന്നെ ആയിരിക്കും. അപ്പൊ പേടിക്കല്ലേ? എല്ലാ ആളുകളും നമ്മുടെ ഒപ്പ. അപ്പന്റെ 2 കോടി അപ്പന്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഒരു ശകലം വഴി താന്നേ. വന്നേ. നിങ്ങൾക്ക് എന്താ റബ്ബറും പാലും കുടിച്ചിട്ടാണോ കൊട്ടാൻ വരുന്നത്? മനുഷ്യനെ രാവിലെ ഇതിന്റെ ഇടയിൽ പെട്ടതാ. ഉച്ചയായിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റിയിട്ടില്ലാന്ന്. ഈ എവിടെയായിരുന്നു? ഞാൻ ഇതിന്റെ ഇടയിൽ പെട്ടുപോയെന്ന്. അതുവഴി വന്നൂടെ? അത് നേരത്തെ പറഞ്ഞായിരുന്നു. എങ്ങോട്ട് നടക്കുമെന്ന് അവർക്ക് തന്നെ ഒരു കിട്ടല്ലാന്ന്. എടാ കിട്ടുന്നേ, നീ കല്യാണത്തിന് വരുന്നില്ലടാ? പിന്നെ പൗലോ മുതലാളി നമ്മൾ വിചാരിച്ച പോലത്തെ ആളല്ലട്ടാ. നല്ല മനസാക്ഷിയുള്ളവനാ. അത് ശരിയാ. ഈ നല്ല കാര്യം ആര് ചെയ്താലും അത് നല്ലതാണെന്ന് പറയണം. ലോക്കൽ ചാനലിൽ കല്യാണം ലൈവായിട്ട് കാണിക്കണ്ടെന്നാ കേട്ടു. അതിവിപുലമായ കല്യാണാഘോഷ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടുവള്ളി പഞ്ചായത്ത് കണ്ട ഏറ്റവും വലിയ ജനത്തിരക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്ലാപ്പറമ്പിൽ പൗലോ നടത്തുന്ന സമൂഹ വിവാഹ മാമാങ്കമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അതെ, അപ്പനെ എനിക്കൊന്ന് മുങ്ങി അടിഞ്ഞോ?
കൂട്ടത്തില് എന്നെ പൊക്കിയടിക്കാൻ മടങ്ങണ്ട. അത് ഞാൻ ഏറ്റു. പ്ലാപ്പറമ്പിൽ പൗലോ എന്ന മഹാനായ വ്യക്തിയുടെ ആഹാ, ലക്ഷ്മി നേരത്തെ എത്തിയോ? ഇന്നത്തെ കല്യാണത്തിൽ ഒരു മണവാട്ടി കോളേജിൽ എന്റെ കൂടെ പഠിച്ച കുട്ടിയാ. പ്രിയമുള്ളവരെ, ഈ ചടങ്ങിന്റെ ഏറ്റവും മുഖ്യ അതിഥിയാണ് ഇതാ നമ്മുടെ മുമ്പിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ ചടങ്ങ് നടത്തുന്നുണ്ടെന്നുള്ള യാതൊരു അഹംഭാവവും അദ്ദേഹത്തിന്റെ മുഖത്തില്ല. ഈ പഞ്ചായത്തിൽ ഇതുപോലൊരു ചടങ്ങ് ഇനി കാണാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പാവങ്ങളെ സഹായിക്കുന്നതിൽ ഇത്രയും നല്ല മനുഷ്യൻ ഈ പഞ്ചായത്തിൽ കണ്ടിട്ടില്ല, ഒരിക്കലും കാണാൻ സാധിക്കുകയുമില്ല. ഏതാനും നിമിഷങ്ങൾക്കകം ആ മഹത്തായ ചടങ്ങ് ഇവിടെ അരങ്ങേറുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ കോട്ടുവള്ളി പഞ്ചായത്തിന്റെ അഭിമാനമായ, പ്രത്യേകിച്ച് എന്റെ 6ാം വാർഡിന്റെ അഭിമാനമായ, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ പൗലോസച്ചായൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇത്ര വലിയൊരു സൽക്കർമ്മത്തിന് മുതിർന്ന പൗലോച്ചായൻ, പൗലോച്ചായനെ നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് കയ്യടിയോടെ സ്വീകരിക്കാം. അടിച്ചോ അടിച്ചോ അടിച്ചോ, കൈയടിച്ചോ, കൈയടിച്ചോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ബെഞ്ച് മാറിയത് കണ്ട? ഇനി അടുത്തതായി നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് മഹാദേവൻ മഹാമനസ്കനായ പൗലോച്ചായനെ പൊന്നാട അണിയിക്കുന്നു. ബഹുമാന്യനായ പ്രസിഡന്റിന് നന്ദി. ഒരു പ്രത്യേക അറിയിപ്പ്, കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ സദ്യയുണ്ട്. എല്ലാരും ആർത്തിയും വെപ്രാളവും ഒക്കെ മാറ്റിവെച്ച് ക്ഷമയോടെ അതിൽ പങ്കെടുക്കണം. പഞ്ചായത്തിന്റെ ഭക്ഷ്യമേളയിൽ സംഭവിച്ചതുപോലെ ആളുകൾ പാത്രത്തോടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വോളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നാട്ടിലെ പാവപ്പെട്ട 5 യുവതികളാണ് വർണ്ണമാല മണിയുന്നതിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നത്. അവർക്ക് ജീവിത പങ്കാളികളാകാൻ സന്മനസ് കാണിച്ച ആ 5 യുവാക്കളും ഇതാ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നിട്ട് കയറവിടെ. മഹാമനസ്കനും സൽഗുണ സമ്പന്നനും പരോപകാരിയും ദാനധർമ്മിഷ്ഠനും സത്യസന്ധനുമായ നമ്മുടെ അത്ര അങ്ങനെ പൊക്കണ്ട, കളിയാക്കാന്ന് വിചാരിക്കും. ഒരു മീഡിയത്തിലായ മതി. ഓക്കെ, ക്രിസ്തീയ മതവിശ്വാസിയാണെങ്കിൽ ജാതിയും മതവും നോക്കാതെ ഒരു ഗ്രാമത്തിലെ ഏറ്റവും നിർധരരും ഹൈന്ദവ വിശ്വാസികളുമായ 5 യുവതികളെയാണ് പൗലോ വൈവാഹിക ജീവിതത്തിലേക്ക് നയിക്കുന്നത്. ജാതി നോക്കാത്ത മഹാന്റെ ഇരിപ്പ് കണ്ടില്ലേ? ഞാൻ കയറി ഇപ്പൊ എല്ലാം വിളിച്ചു പറയും. വധൂവരന്മാരാകാൻ പോകുന്നവർ കതിർ മണ്ഡപത്തിലേക്ക് കടന്നിരിക്കുവാനുള്ള സമയമായി. ആദ്യമായി വധുക്കൾ കതിർ മണ്ഡപത്തിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. മണവാട്ടിമാർ മണ്ഡപത്തിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാത് വധുക്കളുടെ അതാത് വരന്മാർ അതാത് നേരത്തെ ഇരുന്നാൽ മതിയാകും. നേരത്തെ നിശ്ചയിച്ച പെൺകുട്ടിയുടെ അടുത്തല്ലാതെ സൗകര്യം പോലെ മാറിയിരിക്കാൻ അനുവാദമില്ല എന്ന് കമ്മിറ്റി പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. എന്റെ അപ്പകാരണം ഒരു ജീവിതം കിട്ടിയില്ലേ? ഇനി ഫ്രണ്ടിന്റെ ഫ്രണ്ടിന് എനിക്കൊരു ജീവിതം തന്നൂടെ? ഇത്ര ആളുകളുടെ മുമ്പിൽ ചടി വാങ്ങണോ? ഭാവിയിലെ ഭാര്യയാണോ ഇങ്ങനെ മൂന്നത്തെ പോലെ വർത്താനം പറയുന്നത്? കോട്ടുവള്ളി പഞ്ചായത്തിന്റെ തെക്ക് നിന്ന് വന്ന വധുക്കളും വടക്ക് നിന്ന് വന്ന വധുക്കളും കല്യാണ മണ്ഡപത്തിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. ക്ഷമിക്കണം, കല്യാണ മണ്ഡപത്തിൽ ഇരുന്ന് കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, ഇവരൊക്കെ എന്താ മരിച്ചിരിക്കണോ? നെഞ്ചത്ത് പൂച്ചിട്ടുണ്ടല്ലോ. ഇയാളിപ്പോ സംസാരിച്ചോളന്നേ, മരിച്ചിട്ടില്ല. സാറേ, എന്നെയാണ് വിളിച്ചത്? അതെ. താങ്ക് യു. എന്താ ഈ മൂത്രമൊഴിക്കുന്ന എങ്ങനെയാ? ഇതുപോലും അറിയണോ കല്യാണം കഴിക്കാൻ വന്നിക്കണം? അയ്യോ, അതല്ല, മൂത്രപ്പുര എവിടെയാണെന്ന്. മൂത്രപ്പുര അത് ഈ വഴി അങ്ങോട്ട് പോയ ആരോ കാണും. ഈ ആരും കാണണ്ട. ആരും കാണുന്ന കാര്യമല്ല പറഞ്ഞത്. അങ്ങോട്ട് പോയ ഒരു ആരോ മാർക്ക് കാണും, അവിടെയാണ് മൂത്രപ്പുര. വലിയ ഉപകാരം, ഞാൻ കുറെ നേരമായി പിടിച്ചു നിൽക്കണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുട്ടുണ്ടോ? മുഹൂർത്തം അടുക്കാറായി. ഇനി വരന്മാർ അവരവരുടെ വധുക്കൾ ഏതാണെന്ന് നോക്കി അവിടേക്ക് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കയറാനല്ല വിളിച്ചത്, മണ്ഡപത്തിൽ കയറാനാ. വരന്മാർ മണ്ഡപത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 1, 2. ഇവിടുത്തെ ആളെവിടെ? ഇവിടുത്തെ ആളെവിടെ? ശ്രദ്ധിക്കുക, 3-ാം നമ്പർ കല്യാണ മണ്ഡപത്തിലിരിക്കുന്ന സിന്ധു എന്ന കല്യാണ പെണ്ണിന്റെ ചെറുക്കൻ അയ്യമ്പള്ളി വിശ്വംഭരൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വന്ന് കല്യാണ മണ്ഡപത്തിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഒരു വരം മൂത്രമൊഴിക്കാൻ പോയിട്ടുണ്ട്. ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. വിശ്വംഭരൻ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. എത്രയും പെട്ടെന്ന് വിശ്വംഭരൻ മൂത്രമൊഴിഞ്ഞൊരു കഴിഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ
പെണ്ണെന്ന് തന്നെ നമ്മുടെ സ്റ്റേജിന്റെ മുമ്പിൽ മണ്ഡപത്തിൽ വന്ന് പെണ്ണ് കണ്ടേണ്ടതാണ്. മുതലാളി മുതലാളി കിട്ടി മുതലാളി. മുതലാളി എന്താ? മൂത്രപ്പുരയിൽ വിശ്വംഭരന്റെ പൂക്കൾ മാത്രമേ ഉള്ളൂ. പിന്നെ കടലാസും. നോക്കട്ടെ. ഒരു അനാഥ പെണ്ണിനെ കെട്ടിയാൽ എന്റെ 2 കാലും തല്ലി ഓടിക്കുമെന്ന് എന്റെ അച്ഛൻ എന്റെ മൊബൈലിൽ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു. ആദ്യം ഒരു ആവേശത്തിന് ഞാൻ സമ്മതിച്ചു പോയതാ. എല്ലാരും ക്ഷമിക്കണം. ആ കുട്ടിക്ക് മഹാമനസ്കതയുള്ള മറ്റാരെങ്കിലും ഒരു ജീവിതം കൊടുക്കണം എന്ന് മുങ്ങലോടെ വിശ്വംഭരൻ. സൽക്കർമ്മം ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഈ പഞ്ചായത്തിൽ ഇത്രയും ചെറുപ്പക്കാരുള്ളപ്പോ അങ്ങനെ ഒരുത്തൻ വിചാരിച്ചാൽ നമ്മുടെ ഈ പരിപാടി ചളമാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം. എല്ലാവരും ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. ആരും പോലുമില്ലാത്ത അനാഥാലയത്തിലെ നല്ല ബെസ്റ്റ് കൊഞ്ഞാണത്. ആരെങ്കിലും ഒരു ജീവിതം കൊടുക്കൂ പ്ലീസ്. മടിഞ്ഞു നിൽക്കാതെ ആരെങ്കിലും കടന്നു വരൂ. നീ കല്യാണം കഴിഞ്ഞാലേ ഊളെ? അതെനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ആ കുഞ്ഞിക്ക് അതൊരു പ്രശ്നമാണ്. കല്യാണം കഴിക്കാത്തവർ ദയവ് ചെയ്ത് കൈപോക്കണം. ആ അതെ എല്ലാരും പോകല്ലോ. ആരും പോവരുത്. കല്യാണച്ചങ്ങനെ പായസം അൺലിമിറ്റഡാണ്. തലയിൽ രാഘവെന്ന് കരുതി കെട്ടാത്തവരൊക്കെ മുങ്ങുക. വേഗത്തോടെ പണിയാണ് പോവരുത്. മുഹൂർത്തം കഴിയാറായി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇതിപ്പോ നിങ്ങൾ നടത്തുന്ന ചടങ്ങാണ്. ഇത് ഗംഭീരമാക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവരെക്കാളും ഒരു നിങ്ങൾക്കാ. എന്തിന് മറ്റുള്ളവരുടെ കാര്യം പിടിക്കണം? ഇവിടെ പൗലോച്ചായന്റെ കെട്ടാത്ത 2 ആമക്കൾ നിൽക്കില്ലയോ? അത് ശരിയാണല്ലോ. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ആലോചിക്കാമല്ലോ. പക്ഷേ തോമയെ പെൺകുട്ടിക്ക് ഇഷ്ടമാവില്ല. ജോയിക്കുട്ടി ആകുമ്പോ ആ പെൺകുട്ടിയോട്ട് നല്ല ചേർച്ചയാ. നമുക്കിതങ്ങോട്ട് ഉറപ്പിക്കാവുന്നേ. അത് തീരുമാനിക്കാൻ നീ ആരടാ? എന്റെ മോനെ ഇത്തരം വളർത്തി വലുതാക്കിയത് ധർമ്മക്കെട്ട് കെട്ടിക്കാനല്ല. പ്ലാപ്പറമ്പുകാരെ കുറിച്ച് നീയൊക്കെ എന്താണ് കരുതിയത്? അല്ല പൗലോച്ചായ, നിങ്ങൾ നടത്തുന്ന പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ എന്റെ മോനെ കൊണ്ടൊരു അനാഥ പെണ്ണിനെ കെട്ടിച്ച് നീ ഒന്നും ഇത് ഭംഗിയാക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുതലാളി. എന്റെ മുതലാളി അത്രയ്ക്ക് പൊട്ടനൊന്നുമല്ല. ഈ സമൂഹ വിവാഹം നടത്തുന്നത് എന്തിനാണെന്നറിയോ? നമ്മളൊക്കെ മണ്ടന്മാരല്ലാന്ന് ഈ നാട്ടുകാർ അത്രയൊന്നും അറിയട്ടെ എന്ന് 5 ലക്ഷം രൂപ മുടക്കി പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ച് മുതലാളിക്ക് സൽപ്പേരുണ്ടാക്കിയിട്ട് വേണം 2 കോടി രൂപ സ്ത്രീധനം വാങ്ങി ഈ ജോയ് കുഞ്ഞിന്റെ കല്യാണം നടത്താൻ. സത്യമല്ലേ മുതലാളി? അത് ശരി. അപ്പൊ തന്റെ മക്കളും കൂടി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് സൽപ്പേരുണ്ടാക്കാൻ ശ്രമിക്കുന്നല്ലേ? അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് തന്റെ മോനെ 2 കോടിക്ക് കെട്ടിക്കണ്ട. തന്റെ മോൻ തന്നെ ഇവിടെ കെട്ടും. മുഹൂർത്തം കഴിയാൻ പോകുന്നു. മുഹൂർത്തം കഴിയാറായി പൊക്കണവനെ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇത് എവിടുത്തെ ന്യായമാണ്?
ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. അപ്പാ ഈ മനുഷ്യനെ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ ഇതോണ്ടേ അവിടെ നിന്നനങ്ങിയ കൊല്ലും രണ്ടിനെയും. കൊല്ലൂന്ന് എന്തൊക്കെയായിരുന്നു? 5 ലക്ഷം മുടക്കിയ 2 കോടി. അപ്പാ ഞാൻ ബിസിനസ് അങ്ങനെയാ, തുടക്കം തന്നെ പൊളിഞ്ഞു. എല്ലാം കൊല വാങ്ങി ഇവനാ. ഇവൻ ഒരാഴ്ചത്തേക്ക് ഇനി ഭക്ഷണം ഒരാഴ്ചത്തേക്കോ? ഒരു നേരം കഴിച്ചില്ല ഞാൻ ചത്തുവും മുതലാളി. നീയൊക്കെ ചാകുന്നത് തന്നെ നല്ലത്. അവൻ താലി കെട്ടാൻ നേരത്ത് നിനക്കൊക്കെ ഒന്ന് തടയെങ്കിലും ചെയ്യാമായിരുന്നില്ല. അതെങ്ങനെയപ്പാ? അപ്പന്റെ ബോധം പോലാണ്ടപ്പോ എന്റെ ശകല ബോധം പോയില്ലേ? അപ്പനോട് ആ സമയത്ത് ബോധം കിടാൻ ആരാ പറഞ്ഞേ? നിന്ന് നിപ്പി 2 കോടി 5 ലക്ഷം രൂപ ഇങ്ങനെ കണ്ണിന് മുന്നിൽ കൂടെ പോയാ ആരുടെയും ബോധം പോകും. അപ്പൊ പിടിച്ചു നിൽക്കണായിരുന്നു. ഞാൻ പിടിച്ചിരുന്നത് കണ്ടില്ലേ? അപ്പൊ വീട് പോയപ്പോ ഞങ്ങൾക്കൊരു നേതാവിനുണ്ടായി പോയി. നമ്മളെല്ലാരും ചതിച്ചതാ വിശ്വംഭരണ മുതലാളി. അവനെതിരെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അത് വേണ്ടപ്പ. കോടതിയുടെ അന്വേഷണത്തില് അപ്പന് നഷ്ടപ്പെടാൻ മാനമില്ലെന്ന് കണ്ടെത്തിയ അത് വേറെ കേസാവും. അപ്പന്റെ കാശും പോവും. ഞാൻ ഉപദേശിച്ചില്ല, അത് വേണ്ട. എന്റെ പൊന്നോ, അപ്പന്റെ ബോധം കളഞ്ഞ പിശാചികൾ വരുന്നുണ്ട്. ഈ പെണ്ണിനെ വിളിച്ചോണ്ട് അപ്പന്റെ മുമ്പിൽ വരെ തനിക്കൊരു ധൈര്യം വന്നു. ഒന്നും മനഃപൂർവ്വമല്ലോ, എല്ലാരും കൂടെ ബഹളം ഉണ്ടാക്കി നിർബന്ധപൂർവ്വം ചെയ്യിച്ചല്ലേ. മറ്റുള്ളവരൊന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഈ നിക്കണ നമ്മുടെ അപ്പനെ ഓർക്കണായിരുന്നു. മൂത്തതായി പോയി, അല്ലെങ്കിൽ ഇന്നിവിടെ ഒരു കൊല നടന്നേ. അപ്പന്റെ ഹാലിൽ പിടിഞ്ഞ് മാപ്പ് പറഞ്ഞ് അകത്ത് കേറിയാ മന്ദി. എന്നോട് ക്ഷമിക്കണം അപ്പ. എന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തിട്ട് ക്ഷമ ചോദിക്കാൻ വന്നിരിക്കുന്നതാ നായ. നിങ്ങളൊരു അപ്പനാണോ? നിങ്ങൾ മക്കളെ വളർത്തിയത് കാശിന് വിൽക്കാൻ വേണ്ടി മാത്രമാണോ? അതേടാ, നട്ടു വളർത്തിയ വൃക്ഷം നല്ല ഫലം തന്നില്ലെങ്കിൽ വെട്ടിക്കളയ തന്നെ ചെയ്യും. നീ ഇവനുമൊക്കെ ഞാൻ നട്ടു വളർത്തിയ വെറും പാഴ്മരങ്ങളാ. മിണ്ടരുത്. ഇനി ഇങ്ങനൊരു മകൻ എനിക്കില്ല. എന്റെ മനസ്സിൽ നിന്ന് ഇവന്റെ പേര് വെട്ടിയതുപോലെ നിന്റെ പേര് ഞാൻ വെട്ടിക്കഴിഞ്ഞു. അനാഥ പെണ്ണിനെ സ്വീകരിച്ചവൻ ഇനി അനാഥാലയത്തിൽ താമസിച്ചാൽ മതി. ഇറങ്ങണ. പണത്തെക്കാൾ ഉപരി ഈ ലോകത്ത് പലതുമുണ്ടെന്ന് ഒരിക്കൽ നിങ്ങൾ മനസ്സിലാക്കും. 2 കോടി വില പറഞ്ഞ മോൻ അപ്പന്റെ മുമ്പിൽ ഇപ്പം വിലയില്ലാത്തവന്. അതുകൊണ്ട് നഷ്ടക്കണക്കുകൾ പറഞ്ഞ് അപ്പൻ ഇവനെ ചവിട്ടി പുറത്താക്കാം, ഉപേക്ഷിക്കാം. പക്ഷെ എനിക്കങ്ങനെ പറ്റില്ലല്ലോ. കാരണം ഇവൻ എന്റെ കൂടപ്പറപ്പ. സ്നേഹത്തിന്റെ വില മാത്രം നോക്കുന്ന ഒരു കൊച്ചു വീട് എനിക്കുണ്ട്. ഇവരെന്റെ കൂടെ അവിടെ ജീവിക്കും. പണം മുഴുവൻ കെട്ടിപ്പിടിച്ച ഒരു ഭൂതത്തെ പോലെ നിങ്ങൾ ഇവിടെ ഇരുന്നോ? ഒരിക്കൽ മക്കളുടെ വില നിങ്ങൾ തിരിച്ചറിയും. വാടാ. മുതലാളി, ഇനി നമ്മുടെ ജോയ് കുഞ്ഞിനെ പൊന്നാനി കൊണ്ടുപോയി തൊപ്പിയിടിക്കും അല്ലേ? നീ അപ്പനൊന്ന് വിഷമിപ്പിക്കാണ്ടിരിക്കോ? രണ്ട് മക്കളല്ലേ പോയിരുന്നു. എല്ലാം തേങ്ങൊരുത്തൻ ഇവിടെ പല പോലെ ഇങ്ങനെ നിക്കല്ലേ. വീട്ടിൽ പോകിഞ്ഞ കൊള്ളി പുറത്ത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അഹമ്മാരുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്കു ചുട്ടമായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്കു ചുട്ടമായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്കു ചുട്ടമായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി.
ഇവനിതെന്ത് പറ്റി? ഓന്തിന് മൂക്കുപിടി കൊടുത്ത പോലെ എവിടെ എന്ത് പരിപാടി ഉണ്ടല്ലോ ഇവൻ അലമ്പാക്കും. കോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. നീ അവനെ ഒന്ന് പിടിച്ചു മാറ്റിയേ. ഇവനെ അപ്പൊ അമ്മായി കിട്ടോ ഇനി വരാൻ ഇനി നിനക്ക് അകലെ പറഞ്ഞു നിർബന്ധമാണെങ്കിൽ അങ്ങ് അകലെ വല്ലോ പോയിന്ന് പഠിക്കണം. അല്ലെങ്കിൽ കുറുക്കൻ ഓലി ഇടുകയെന്ന് വെച്ച് നാട്ടുകാരെ മുഴുവൻ ചെതറി ഓടുകൂടാ. എന്നോടൊരു അസൂയുണ്ടല്ലേ? എന്തിന്? ഞാൻ ഈ സകല കളയിലും കൈയിട്ട് പാടുന്നതിന്. അയ്യോ അസൂയല്ല, സഹതാവാണുള്ളത്. ഞാൻ സാബു, നമ്മുടെ പെങ്കുഞ്ഞി, എന്റെ പെങ്കുഞ്ഞി അവിടെ നിന്ന് അറിയണ്ടേ ഞാൻ അത്രയ്ക്ക് അങ്ങനെ മോശക്കാരനല്ലെന്ന്. ദോശക്കാരനല്ലെന്ന്? മോശക്കാരനല്ലെന്ന്. നീ എങ്ങനെ പോയേ? ഞാൻ പിള്ളേരോട് ഒപ്പന കാണിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് തന്നെ. ഇത് ഒപ്പനയായിരുന്നാ? ഞാൻ വിചാരിച്ചു നീ പിള്ളേരുടെ കൊതുകിനെ തല്ലി കളിക്കായിരിക്കും. നല്ല ബിരിയാണി പോയി മിണുങ്ങി. ഹലോ, നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് എന്തായാലും ഒപ്പനയുടെ ഷെഫ് അതോ ഹതാളിയുടെയാണോ അത്? എങ്ങനെ ഒപ്പന? നമ്മുടെ കല്യാണത്തിന് തിരുവാതിര കളി മതി, അല്ലെങ്കിൽ മാർഗം കളി, ഇല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്തൊരു ഫ്യൂഷൻ. വേണ്ട, കൺഫ്യൂഷൻ ആവും. കോളേജിൽ ഞങ്ങള് ഒരുമിച്ചാ പഠിച്ചേ. ഏതുവരെ പഠിച്ചു? പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ട്. തോമയോ? എനിക്ക് പോസ്റ്റ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അത് എടുത്തപ്പോ തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞു ഇനി ഗ്രാജുവേഷന്റെ ആവശ്യമില്ല, പോയിക്കോളാൻ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ രണ്ടുപേരെയും അപ്പം തിരിഞ്ഞു വിളിക്കും. അതിന് പ്ലാപ്പറമ്പിൽ പൗലോ ഒന്നുകൂടെ ജനിക്കണം. അങ്ങനെയൊന്നും പറയല്ലേ. നീ ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തോ അതോ അപ്പന്റെ ഭാഗത്തോ? എനിക്ക് അപ്പനും വേണം, നിങ്ങളും വേണം. ഭാർഗവാനാവുമ്പോ കുറ്റവും കുറവൊക്കെ ഉണ്ടാവും. എന്തൊക്കെയായാലും അപ്പൻ അപ്പൻ തന്നെയല്ലേ. നീ വാ, കഴിച്ചിട്ട് പോ. വേണ്ടോണ്ട് നിങ്ങൾ കഴിക്കി. അത്താഴൊന്ന് അപ്പന്റെ കൂടെ അല്ലേ. ഇന്നത് മുടങ്ങിയിട്ട് അപ്പന് വിഷമാക്കണ്ട. എന്താ പിന്നെ ഞാൻ ചെല്ലണ്ടേ? ഗുഡായി. ഇവിടേക്ക് ഒരു ഗുഡായിട്ട്. എന്നാലും 2 കോടി രൂപയുടെ പോത്ത് കയറും പൊട്ടിച്ചോണ്ട് ഓടിക്കളഞ്ഞല്ലോ മുതലാളി. പുല്ലും പുണ്ണാക്കും കൊടുത്ത കൈക്ക് തന്നെ അത് കുത്തുവെന്ന് നമ്മൾ കരുതിയില്ല. ശവത്തേന് കുത്തല്ലേ? അപ്പന് സങ്കടാവെന്ന് പറഞ്ഞ മുതലാളിയുടെ സങ്കടം മാറ്റാനല്ലേ ഞാൻ ഇതെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഓർത്തോർത്ത് വിഷമിച്ചാലേ ആ സങ്കടം മാറുള്ളൂ. എനിക്ക് വിഷമമൊന്നുമില്ലടാ. എന്നെ അനുസരിക്കുന്ന, എന്നോടൊപ്പം നിൽക്കുന്ന ഇവൻ മാത്രം മതി എനിക്ക്. അല്ലെങ്കിൽ തന്നെ 3 കുഞ്ഞുങ്ങൾക്ക് ഒരു ആർഭാടമാണ് മുതലാളി. പന്നിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന പോലെ. ഇനി ഇത് ഒന്നും മതിയെന്നെ. തോമാറ്റേന് എന്താ ഒരു കുറവ്? കൊണ സംസാരിക്കുന്നത് ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പാറപ്പുറത്തിരുന്ന് ഓന്ത് എത്തി നോക്കുന്ന പോലത്തെ ഈ മൂക്കും ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇത് ഏത്തപ്പഴാ മത്തം നിന്റെ ഭാഗ്യം. എനിക്ക് പ്രാന്തേനുണ്ടല്ലോ, അണ്ടെങ്കിലും കുഞ്ഞി ഏറ്റില്ലേ. സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത ഈ മണ്ടകൂടാപ്പിന് ദൈവം നല്ല സൗണ്ട് കൊടുത്തു. അതെനിക്ക് തന്നിരുന്നെങ്കി ഞാൻ വല്ല റേഡിയോഞ്ഞാണ്ട് ആടിച്ചു പൊടിഞ്ഞ് ജീവിക്കാനെ. വല്ലത്തെ ജന്മായിപ്പോ എന്നെ. നീ വിഷമിക്കണ്ടടാ. എല്ലാ ജന്മങ്ങൾക്കും ഓരോ ദൗത്യങ്ങളും തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ട്. മിടുക്കന്മാരെന്ന് കരുതിയിരുന്ന എന്റെ 2 ആമക്കളും പാഴായി പോയില്ലേ. ഇനി നിന്നില എന്റെ പ്രതീക്ഷ. നിന്റെ ചേട്ടന്മാര് നഷ്ടപ്പെടുത്തിയ പണം നിന്നിലൂടെ ഞാൻ ഉണ്ടാക്കും. നാളെ നമുക്കൊരു സ്ഥലം വരെ പോണം. എന്തിനീ മനാശൂരുണ്ടെ പിന്നേക്കിരുത്താനാ? ഓരേ കാലം എടുക്കും 2 കോടി കിട്ടാൻ. അല്ല, ജനിച്ചപ്പോ ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നീട് എപ്പോഴാ ഈ രൂപത്തിലാക്കിയത്? അതൊരു വലിയ കഥയാ. സ്കൂളിൽ ചെല്ലുമ്പോ എന്റെ ഫേസ് കണ്ട് പേടിച്ചിട്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പഠിപ്പ് നിർത്താൻ തുടങ്ങിയപ്പോ സാറ് മാർക്ക് നൈസായി. പിള്ളേരുടെ എണ്ണം പറഞ്ഞ സർക്കാർ ഡിവിഷൻ കണ്ടിയും. അങ്ങനെ സാറന്മാര് പിരിവിട്ട ആരുടെ ഓപ്പറേഷൻ ചെയ്ത് ഈ കുളത്തിലാക്കിയത്. അതും പറഞ്ഞ് പിന്നീട് അപ്പനെ ആളുകൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ ആ വാശിക്ക് അപ്പൻ എന്റെ പഠിപ്പ് നിർത്തി കളിച്ചു. ഞാൻ ഹാപ്പിയായി. ഓപ്പറേഷൻ കൊണ്ട് മൂക്കിന്റെയും ചുണ്ടിന്റെയും കാര്യമൊക്കെ നേരെയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ശബ്ദത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് വലിയ കുഴപ്പമില്ല. ഈ മൂക്കിൻ ചുണ്ട് ശരിയായാലും സാരല്ല, അതെനിക്കൊരു ഭംഗിയാണേ. അല്ല, അല്പം ബാസ് കഴിഞ്ഞാലോ ഡോക്ടറെ? അല്ല, ഒരു ഐഡിയ. ഈ മൂക്കിന്റെ അകത്ത് ചെറിയൊരു മൈക്ക് വെച്ചിട്ട് തൊണ്ടയുടെ സൗണ്ടിന്
ആപ്പിളി വേറെ വെച്ചിട്ടുണ്ട് ബൈപ്പാസ് ചെയ്തിട്ട് ഈ ഫ്രീക്വൻസിന് അതാ ആരുടെ സൗണ്ട് പോലെ അമിതാഭ് ബച്ചനൊക്കെ പോലെ പോലെ ബാപ്പോത്തേ അത്രയെങ്കിലും എന്തൊക്കെയാ പറയണേ? നടക്കൂലല്ലേ? ഈ അസുഖം വന്നത് ഡോക്ടറുടെ കുണ്ടിക്കാണെങ്കിൽ ചികിത്സിക്കില്ലേ? മനസ്സിലായില്ലേ? എന്തോന്ന്? ഡോക്ടറുടെ കുണ്ടി കുട്ടിയെന്നാ ഉദ്ദേശിച്ച കേട്ടില്ലേ? ഇതാണ് പ്രശ്നം. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആളുകൾ തെറ്റിദ്ധരിക്കുക. ഈ സൗണ്ട് മറ്റോട് നടന്ന ജീവിതത്തിൽ ഒരു പെണ്ണ് കിട്ടുമോ? മുതലാളി, മുതലാളിയുടെ മൂക്കെടുത്ത് തോമാച്ചാന് വെച്ചാൽ മുതലാളിയുടെ ശബ്ദം തോമാച്ചാന് കിട്ടില്ല. 2 കോടി കിട്ടുമെങ്കിൽ മൂക്ക് പോയാലും ഒരു നഷ്ടമില്ലല്ലോ മുതലാളി. അപ്പോ ചികിത്സ കൊണ്ട് ശബ്ദത്തിന്റെ കാര്യത്തിൽ വലിയ ഗുണമില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? കേൾക്കുമ്പോ വിഷമം തോന്നരുത്. ഈ ഓപ്പറേഷൻ കുഞ്ഞുനാളിലേ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ തോമയുടെ ശബ്ദം ക്ലിയർ ആയി പോയത്. ഇനി ഒരിക്കലും തോമയുടെ ശബ്ദം ഒരു സാധാരണ ശബ്ദം പോലെ ആവില്ല. ഞാനുമില്ല ഡോക്ടറെ. ഇത്രയും കാലെങ്കിലും ജീവിച്ചില്ലേ? ഇനിയെങ്കിലും ജീവിക്കാം. സമയം കഴിഞ്ഞു. താനെന്തിനെങ്ങനെ വിഷമിക്കുന്നത്? ദൈവം മനുഷ്യന് ശബ്ദം നൽകിയിരിക്കുന്നത് കാര്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാ. അതിപ്പോ തനിക്ക് കഴിയുന്നുണ്ടല്ലോ. ശബ്ദം പോലും ഇല്ലാതെ എത്രയോ ആളുകൾ ജീവിക്കുന്നു. താൻ സമാധാനമായിട്ടിരിക്കുക. തന്റെ ഈ ശബ്ദം ഒരു കുറവാണെന്ന് തോന്നാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് ഒന്നോർത്താ നിന്റെ ശബ്ദം ഇങ്ങനെയായത് നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അപ്പം നിന്നെ നല്ല വിലക്ക് വിറ്റേനെ. എന്റെ കാര്യം വലിയ കുഴപ്പാ. സൗണ്ട് നല്ലതായിരുന്നെങ്കിൽ അപ്പൻ എന്നെ കൊത്തിക്കൊണ്ടുപോകും. സൗണ്ട് മോശമായതുകൊണ്ട് ആ പെങ്കുൻ എന്നെ കൊത്തണമില്ല. ഇത്രയും കാലമായിട്ടും ഒരു പുരോഗതി ഉണ്ടായില്ലടാ. പുരോഗതി ഉണ്ടായില്ലെങ്കിലും ഞാനൊരു കാര്യം പഠിച്ചു. അത് പ്രേമിക്കുന്നവര് മുഴുവൻ മനസ്സിലാക്കേണ്ട ഒരു പാടാണ്. പ്രേമിക്കുന്ന പെണ്ണിനല്ല നമ്മൾ ആദ്യം വീഴ്ത്തേണ്ടത്. മുതലാളി ദേ കണ്ട ഒരു സൈക്കിളിൽ വിളിച്ചൂവി നടന്ന് വിൽക്കുന്നതായിരിക്കും MBA കാരന് കൂടുതൽ ഭംഗി. MBA എന്ന് പറയണത് MBA മീൻ ബിസിനസ് അല്ല. സ്വയം നാടിന്റെ അപ്പനെ നാട്ടിക്കേണ്ടത്. എടാ മത്തായി ചേട്ടന് സുഖമില്ലാത്തോണ്ടാ. സുഖം എനിക്ക് ആശുപത്രി കൊണ്ടുപോകണം. മുള്ളനെന്താ വില? മുള്ള വിലയൊന്നുമില്ല. തുണി ഒന്ന് മാറ്റിയാ മതി. എന്താ പണം എന്നോട് മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മാപ്പ് തരേണ്ടത് നിങ്ങളുടെ അപ്പനാ. ഇന്ത്യയുടെ മാപ്പ് പോലും കാണാത്ത അപ്പൻ മാപ്പ് തരുമെന്ന് വിചാരിക്കണ്ട. അല്ലവന്റെ കാണുമ്പോ മാപ്പ് ചോദിക്കണ്ടേ? ഒരു ചെറിയ മാപ്പ് കൊടുക്കണോ? എന്റെ പട്ടി കൊടുക്കും. ആണോ? എന്താ പിന്നെ വേഗം നടക്കാം. കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 2 ആമക്കൾ ഇപ്പം മീൻ കച്ചവടക്കാരായി. ബാക്കിയുള്ളവരാണ് എടുക്കണം. നേരായ മാർഗത്തിലൂടെ ഉണ്ടാക്കാത്ത കാശേ മക്കൾക്ക് പോലും ഉപകരിക്കില്ല. എങ്ങനെ ഗതി പിടിക്കാനാ? കയ്യിലുള്ളത് കണ്ടീരിന്റെ കാശല്ലേ? തോമാടെ മൂത്തായി പണ്ട് ജനിച്ചൊരു പെൺകുഞ്ഞില്ലേ? 6 മാസം ചത്തുപോയത്. പെൺകുഞ്ഞായോണ്ട് അയാള് തല്ലിക്കൊന്നു നാട്ടുകാർ പറയുന്നത്. ആണോ? എന്റെ ചാക്കോ, നീ ആദ്യം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സ്വന്തം അമ്മച്ചിയെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്ക്. എന്താണ് നിനക്ക്? നീ എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് കയറി വന്നത്? ആ ഭാഗത്തിന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ആണോ? എന്നെ ഒന്നും കൂടി മാഫ് പറഞ്ഞിട്ട് വരാ. ആ പാവത്തിന് പിന്നെ ആശുപത്രി കയറ്റണം. വേണല്ലേ? എന്താ ആവി പിടിക്കണേ? സുഖല്ലേ? ആ അതി സിന്ധു, നിന്നെ ചേച്ചിന്ന് വിളിച്ച അവള് പിച്ചക്കാരെങ്കിലും ആന്ന് വിചാരിച്ചാണ്. അതെ, ജോയ് കുഞ്ഞ് ഇന്റർവ്യൂന്ന് പോയിട്ട് എന്തായി? ഒന്നും ശരിയായില്ല. മീൻ മുറിക്കുമ്പോ മൊത്തൊരു വായിക്കണം. ഞാൻ വിചാരിച്ചു മീനെ മനോടിച്ചിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. കട തുറക്കണമെന്ന് അവന് നിർബന്ധം. ഐസിട്ട് വെച്ചിരിക്കുന്ന മീൻ മോശമാവണ്ടെന്ന് കരുതിയിട്ടാ. അത് ശരി. അപ്പൊ കംപ്ലീറ്റ് ഐസിന്റെ കച്ചവടം. വേണമെന്നല്ല എന്റെ വയറിറങ്ങിക്കൊണ്ടിരിക്കണത്. വയറിറങ്ങാൻ വയ്യ. ഇവിടേക്കാ കുടിഞ്ഞോ. ടോമ അറിഞ്ഞ വിശേഷം? ജോയ്ക്കുട്ടി അച്ഛനാവും പോവാ. ഈ കുണ്ടിയെ ഇവിടെ കൊണ്ട് അങ്ങിണ്ട് അയാൾ അച്ഛനാവും പോവാന്നോ? അതെ,
ഇവള് ഗർഭിണിയാണെന്നാ പറഞ്ഞേ. നീ വാമളെ ശ്രദ്ധിച്ചേക്കണ്ടേ? ശ്രദ്ധിച്ചു നില്ല്, നിന്റെ മുരിങ്ങയ്ക്ക് വരുന്നുണ്ട്. ഞാൻ പോണത് ഞാനല്ലെന്ന് പറഞ്ഞെങ്കി തോമയൊന്ന് നിന്നേ. പിടിഞ്ഞു. ഞാൻ വേണമെങ്കി അടുത്തേക്ക് വരാതെ ഇവിടെ എന്തൊരു മാപ്പ് കൂടി പറഞ്ഞേങ്ങ. ഞാൻ വന്നത് തോമയോട് സഹായം ചോദിക്കാനാ. വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അപ്പം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക. ഞാൻ അപ്പനെ ചെന്ന് കണ്ടിരുന്നു. 3.5 ലക്ഷം രൂപ ഉടനെ കൊടുത്തില്ലെങ്കിൽ വീട് രജിസ്റ്റർ ചെയ്ത് സ്വന്തം പേരിലാക്കുമെന്നാ പറയുന്നത്. ഇപ്പൊ തന്നെ മുതലിനേക്കാൾ കൂടുതൽ പലിശ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത്രയും തുക പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വെച്ചാല് എന്റെ അവസ്ഥ അറിയാലോ. കുറച്ചുകൂടി സാവകാശം തരാൻ തോമ അപ്പനോടൊന്ന് പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങള് ആര് പറഞ്ഞാലും അമ്മ കേൾക്കില്ല. സ്വന്തം മകനായ എന്നോട് പോലും കാണിച്ചത് ഭാഗവതർ കണ്ടതല്ലേ? വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. എന്റെ മോളുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടാലും കെട്ടു തൂങ്ങി ചാവുകയുള്ളൂ. അപ്പനീ പാവമെല്ലാം എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും? ഭർത്താവ് ഇറങ്ങി വന്ന് പറഞ്ഞാലും അപ്പ കേക്കില്ല. ഞാൻ നോങ്ങിയിട്ട് ഇനി ഒറ്റ മാറിയേ ഉള്ളൂ. ഈ പണം അപ്പനെ ഏൽപ്പിച്ച് വീടിന്റെ ആധാരം തിരിഞ്ഞു മേടിഞ്ഞി. അതെ, ഇത് നമ്മള് മാത്രം അറിഞ്ഞാ മതി. ആരെങ്കിലും പറഞ്ഞ അപ്പനെ അറിഞ്ഞാ പൊന്നോ ഭാഗവതരയ്ക്ക് പകരം പിന്നെ ഞാനായിരിക്കും തെരുവിന് പോവാ. പിടിങ്ങി പിടിങ്ങി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ? എടാ തോമായെ, ഇത് വല്ലാത്ത ചതിയായി പോയല്ലോടാ. ആ ഭാഗവതര് 3.5 ലക്ഷം രൂപ അടച്ച് ഇടപാട് തീർത്ത് കളഞ്ഞു. ആ വസ്തു നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അയാൾ ഈ ചതി കാണിച്ചത്. അതൊരു ബാധ കയറി വീടാ മുതലാളി. വെളുപ്പാങ്കാലത്തും സന്ധ്യയ്ക്ക് ആ വീട്ടിൽ നിന്ന് ചില നിലവിളി ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്നേ. എടാ, അതാ ഭാഗവതര് കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നതാ. നെറിയില്ലാത്ത കൂട്ടുകച്ചവടത്തിന് ഇനി ഇല്ലാന്നും പറഞ്ഞ് ഇവിടുന്ന് പടിയിറങ്ങിപ്പോയവന് പൗലോന്റെ വീട്ടുമുറ്റത്ത് എന്താ കാര്യം? പേടിക്കണ്ട, വീണ്ടും ഒരു കൂട്ടുകച്ചവടത്തിന് വന്നതല്ല. കോടീശ്വരനായ പൗലോയുടെ മക്കളുടെ അവസ്ഥ കണ്ട് നാട്ടുകാർ പരിഹസിച്ചിരിക്കുക. എന്നെ ധിക്കരിച്ചവന്മാർ അനുഭവിക്കണം. ഒരു സഹതാവും എനിക്ക് അവന്മാരോടില്ല. അപ്പനായ തനിക്കതിൽ വിഷമം ഇല്ലെങ്കിലും അവരുടെ അമ്മാവനായ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനം ഞാൻ ഇട്ടുകൊടുക്കാൻ പോവാം. മീൻ കച്ചവടം നഷ്ടമായതുകൊണ്ട് ഇനിയിപ്പോ ഇറച്ചി കച്ചവടം ആയിരിക്കും. ഏത് കച്ചവടം ആയാലും അതിന് അന്തസ് വരുന്നത് അത് ന്യായമായിട്ട് ചെയ്യുമ്പോഴാണ്. അവര് ചെയ്യാൻ പോകുന്നത് നല്ല അന്തസ്സുള്ള ബിസിനസ് തന്നെയാണ്. സ്വർണ്ണ കച്ചവടം. വാശിയും വഴക്കും കളഞ്ഞ് അതിന് തിരികൊളുത്താൻ താൻ വരണം. അത് പിള്ളേരുടെ ഒരു ആഗ്രഹമാണ്. തിരികൊളുത്താനല്ല, അത് മുഴുവൻ തീയിട്ട് ചാമ്പലാക്കാൻ ഞാൻ വരാം. ഇറങ്ങി പോടോ എന്റെ വീട്ടിൽ നിന്ന്. വാശിയാകാം, പക്ഷെ അത് ജനിപ്പിച്ച മക്കളോടാവരുത്. എല്ലാം കഴിഞ്ഞ് കുഴിയിലോട്ട് എടുക്കുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ അവരെ കാണുള്ളൂ. അത് മറക്കണ്ട. വെറുതെ അല്ല, ഇനി വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടെന്ന് ഇവൻ പറഞ്ഞത്. പലയിടത്തുനിന്ന് ആലോചനകൾ വന്നിട്ടും പെൺകുട്ടികളെ ഇഷ്ടപ്പെടാതെ എല്ലാം നീങ്ങി പോവായിരുന്നു. എല്ലാം കൊണ്ടും ഇവന് ബോധിച്ച ഒരു പെൺകുട്ടിയെ ഇവൻ തന്നെ കണ്ടെത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ അവസ്ഥയും ചുറ്റുപാടുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഏയ്, അതൊന്നും ഒരു വിഷയമേ അല്ല. ഇവന്റെ കാര്യത്തിൽ അമ്മാവനായി എനിക്ക് കുറച്ച് താല്പര്യം കൂടുതലുണ്ടെന്ന് കരുതിക്കോ. ഇനി നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം അറിയിച്ചാ മതി. അങ്ങോട്ട് പൊണ്ണിങ്ങി തോന്നുന്നല്ലോ. അതാണ് എത്ര നേരായി ഒരു ചായ ഒഴിഞ്ഞിട്ട്. പഞ്ചസാര മുഴുവൻ ഉറുമ്പായിരുന്നു തോമാച്ചായ, അതാ വൈകി. എന്താണ് ഇത് വല്ലാത്തൊരു ചോമ? അത് ഞാൻ പഞ്ചസാരയിൽ ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടി ഉറുമ്പോടി ഇട്ടേന്റെ ആയിരിക്കും. നീ എന്നെ കൊല്ലോ? ഇനി നിന്നെ ഇന്ന് പച്ച വെള്ളം എനിക്ക് വേണ്ട. ഒഴിക്കൂ. ജൊല്ലനോട് ഉൾക്കാൻ എങ്ങനെ ഉണ്ടായി? അപ്പം വന്നില്ല എന്നുള്ള ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം മാണിച്ചാൻ ചെയ്തല്ലോ, അത് മതി. അപ്പനെ പേടിച്ചണ്ട ഞാൻ പറഞ്ഞത്. ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. നീ വിഷമിക്കരുത്. ഭാഗവതരുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. ഇവിടുത്തെ SI രാകേഷാണ് വരാൻ.
ഇനി നീ അതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. ആ കുട്ടിക്ക് സ്നേഹമില്ലെങ്കിൽ വിട്ടേക്കടാ. കഴിഞ്ഞെല്ലാം ഒരു നേരം പോക്കായിട്ട് കരുതിയാ മതി. തോമ കള്ളുകൂടി തുടങ്ങിയോ? ഇന്ന് മുതൽ തുടങ്ങി. ആ ഭാഗവതന്റെ പരിപാടി ഞാൻ ഒഴുകി. മതി മതി കളിക്കണ്ടല്ലോ. എന്താണ് ഇതെന്നല്ലേ ഭാഗവതനെ? ഇന്ന് ഭാഗവതയുടെ സാരി കാണുമ്പോ അതെടുക്കും ഞാൻ. എന്താ സമ്മതിക്കില്ല ഞാൻ. ഇവളെ വേറൊരു ആൾക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല ഞാൻ. ഇത്രയും കാലം ഞാൻ പോണെങ്കിൽ നടന്നത് കളിതമാശ എന്ന കുഞ്ഞിന്റെ വിചാരം. പറ്റില്ല, കുഞ്ഞില്ലാതെ എനിക്ക് പറ്റില്ല. ഈ പ്രായം പോയത് ഇത് കുഞ്ഞായി പോയല്ലോ. ഈ പ്രായം തൊട്ട് മനസ്സിൽ കൊണ്ട് നടക്കണതാ. അന്ന് ഒരുപാട് ചാമ്പയ്ക്ക ഒരെണ്ണ വലുപ്പുണ്ട്. ആ ചാമ്പയ്ക്ക് ഒരുപാട് പറിച്ചു കൊടുത്തിട്ടുള്ളതാ. ഓർമ്മയില്ലേ നല്ല പുലിയുള്ള ചാമ്പയ്ക്ക? കൊഞ്ചെല്ലാം മടക്കും. പിന്നെ ചാമ്പയ്ക്ക് നന്ദിയില്ലാത്തവളാ. എങ്ങനെ വലിയ ഗായകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എണ്ണിങ്ങാൻ പോണ്. അപ്പൊ എന്നെ ഒഴിവാക്കാൻ വേണ്ടി കൊച്ചി കണ്ണു പറഞ്ഞാണല്ലേ. ഗായകനെന്ന് പറഞ്ഞ ഗായകനാവണം മാത്രമല്ല അയാള് എന്നെ ആരും തോപ്പിക്കാൻ വേണം. എന്നെ കണ്ടിക്കൊണ്ട് അല്ലാതെ വലിയ എസ്ഐയാന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ആ കല്യാണം ഞാൻ നടന്നിക്കൂല. എന്നോടാ കളി. ആ എസ്ഐയുടെ 2 കാര്യം ഞാൻ തല്ലു ഒടിഞ്ഞും. എന്നിട്ട് അയാള് കല്യാണം മണ്ഡപത്തിലെങ്കിൽ ഇങ്ങനെ അയ്യോ എന്റെ കാല് പോയേ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുന്നഴിഞ്ഞ് കയറുള്ളൂ. പിന്നെ അയാൾ തിന്നോണ്ട് ഇങ്ങനെ കല്യാണ സന്ധ്യയില് ഞാൻ മണ്ണ് മാരിയിടും. ഒന്ന് വിളിച്ചോണ്ട് പോ മുസ്തഫ. കള്ളും കുടിച്ച് വീട്ടുപുറത്ത് എന്ത് തോന്നിയാസം കാണിക്കാന്നാണോ? എന്താ ഞാൻ ആ കൊഞ്ഞിനോട് എന്നെ ഒന്ന് ഇഷ്ടപ്പെടാൻ പറ. എന്റെ ശബ്ദം ഇങ്ങനെ ആയത് എന്റെ തെറ്റാണോ? ഓപ്പറേഷൻ വരെ നോക്കിയിട്ട് ശരിയാവില്ലെന്ന് പറഞ്ഞല്ലേ. ഇനി ഇവനെ കിട്ടാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? പാടം വന്നു. നിന്റെ മനസ്സ് തിരിച്ചറിയാത്തവരുടെ സ്നേഹം നിനക്കെന്തിനാണ്? കള്ളു കുടിച്ച് ഉമ്മർത്തൊന്ന് ബഹളം വെച്ച ഇല്ലാത്ത സ്നേഹം പൊട്ടിമുളച്ചു വരാൻ പോകുന്നില്ല. ജോയ്ക്കുട്ടി, ഭഗവതി ക്ഷമിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടാ അവനിങ്ങനെ. മനസ്സ് നിറയെ ഈ കുട്ടിയായിരുന്നു. അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോ അവന് സഹിക്കാൻ പറ്റിയില്ല. സ്നേഹം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, മറ്റാരെക്കാളും നന്മയുള്ള മനസ്സാവൻ്റെത്. അതുകൊണ്ടാണല്ലോ അന്ന് ഈ കിടപ്പാടം നഷ്ടപ്പെടും, അച്ഛനും മോളും ഇവിടെ കെട്ടിത്തൂങ്ങി ചാവും എന്നൊക്കെ ഭാവകര് പറഞ്ഞപ്പോ അപ്പം പോലും അറിയാതെ കയ്യിലിരുന്ന പണം എടുത്ത് തന്ന് അവൻ നിങ്ങളെ രക്ഷിച്ചത്. കള്ളു കുടിച്ച് ഉമ്മർത്ത് വന്ന് ഇപ്പൊ ബഹളം ഉണ്ടാക്കിയ ആ എംബോക്കി അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് അച്ഛനും മോളും തെരുവിൽ നിൽക്കേണ്ടി വന്നേനെ. ഞാൻ ഈ കേട്ടത് ശരിയാണോ? ഇപ്പോ കാശ് തന്ന് സഹായിച്ചെന്ന് കരുതി ഒരു അന്യജാതിക്കാരൻ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അയാളുടെ കാശ് നമ്മൾ എപ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കും. മോളിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട. നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ആലോചന വന്നിരിക്കുന്നത്. ഞാനത് ഉറപ്പിക്കാൻ പോവാ. കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതം. ഏറ്റവും നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്കിത് നടത്തണം. കാരണം ആ പൗലോയുടെ മോനെ കൊണ്ട് വലിയ ശല്യമാണ്. കുറെ കാലമായി തുടങ്ങിയിട്ട് പല രീതിയിൽ പറഞ്ഞു നോക്കി. ഇപ്പൊ ആ വീട്ടിൽ കയറുന്ന ബഹളം തുടങ്ങിയിരിക്കുക. അവരെ ഒന്നും എതിർക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. അതുകൊണ്ടായി അവനെ കുറിച്ച് ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ഈ പേപ്പറിലൊന്നും ഒപ്പിട്ടെ. ഹലോ ഹലോ പറയൂ. MLA സാറേ, ഞാൻ കോണ്ടുവള്ളിന്ന് വിളിക്കുക. ഇവിടുത്തെ SI ല്ലേ രാകേഷ്,
ഡെയിലി ഷാപ്പിലെടുത്ത് സാറിനെ തെളിയോട് തെളിയാ സാർ ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വേണ്ട ചൊടിയും കുത്തിയിരിക്കുക. പിന്നെ സാറ് വലിയ അനുമതിക്കാരനാ. എന്തൊക്കെയാണ് പറയണേ? നിങ്ങളാരാ? സാറിന്റെ ഒരു അഭിനയിച്ചു അങ്ങനെ സാരല്ലേ? ഇത് പ്ലാപ്പറമ്പിൽ തോമയല്ലേ? അതെ, എന്റെ സൗണ്ട് ഭയങ്കര ഫേമസ് ആണല്ലേ. തോമയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ശരി. തോമ, നമ്മുടെ ഭാഗവതന്റെ മോളെ ഐസായി കെട്ടാൻ പോണെന്നൊരു വാർത്ത കേട്ടല്ലോ. നീ എപ്പ ആ കുട്ടിയെ വേണ്ടെന്ന് വെച്ചോ? പിന്നല്ലാണ്ട് നമുക്ക് മറ്റേ ബന്ധാണത്. ആ ഭാഗവതന് തരികമ്മ ഗമഗമ എന്ന് പാടാന്നല്ലാതെ എന്ത് ഗമയാണ് ആ കുടുംബത്തിലുള്ളത്? ആ കുഞ്ഞി കൊറേ കാലം എന്റെ പുറകെ നടന്നതാ. എന്ന് വിചാരിഞ്ഞ് നമുക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റുമോ നമ്മുടെ? പക്ഷേ നീ ഇന്നലെ അവരുടെ വീട്ടുമുറ്റത്തിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നത് കേട്ടല്ലോ. ആണോ? അപ്പൊ നമ്മുടേത് മാറ്റി കുണ്ടമ്പില്ലേന്ന് വിളിക്കണേ ഞാൻ. അയ്യോ, അത് വേണ്ട. എന്നെക്കാളും നല്ലൊരു ചക്കിനെയാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ. എനിക്ക് ഒരു സങ്കടമില്ല. ഇതിപ്പോ പറയുമ്പോ നാളി തെണ്ണി ചെറ്റ പന്നി എസ്ഐലല്ലേ കിട്ടിയത്. വന്നതും മനസ്സിലായി. ആ കുഞ്ഞിങ്ങി താനുമായിട്ട് നല്ല പൊരുത്തമാണെന്ന് ഞങ്ങളിപ്പോ പറഞ്ഞു നിൽക്കുകയായിരുന്നു. താന് കല്യാണം വിളിക്കാവുന്നതല്ലേ? വിളിച്ചോളൂ. അതേടാ, വിളിക്കാൻ മാത്രമല്ല, നിനക്കുള്ള സദ്യ 4 ആള് കാണുക വിളമ്പി തന്നിട്ട് നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകാനും കൂടിയാ വന്നത്. എന്തിനാ സാറ് തല്ലുന്നേ? എന്താ സാറേ കാര്യം ഞാൻ പറഞ്ഞുതരാടാ. നീ കള്ളും കുടിച്ച് മാന്യന്മാരുടെ വീട്ടിൽ കയറി പെണ്ണുങ്ങളെ ചീത്ത വിളിക്കും അല്ലടാ? ഇതൊരു തല്ലല്ലേ സാറേ? വിഷമം കൊണ്ട് ചെയ്തു പോയതാ സാറേ. സത്യമായിട്ട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഇതൊരു തല്ലല്ലേ സാറേ? കൊച്ചെ, എന്നെ തല്ലല്ലേന്ന് പറ. ഇനിയെ കൊച്ചിന് ഒരു മാനമില്ല. എന്നെ തല്ലല്ലേന്ന് പറ. മതി. ആരെ കാണിക്കാൻ ഈ പ്രകടനം? എന്നെയോ? എന്തിനാ ഇയാളിങ്ങനെ തല്ലുന്നേ? നീ എന്തോന്നും അറിയാത്ത പോലെ. ഇവനല്ലേ നിന്നെ വീട്ടിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചത്? എന്നെ ആരും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. നിന്റെ അച്ഛനെ എനിക്ക് പരാതി തന്നത്. അത് തെറ്റായ പരാതിയാ. ഞാൻ വിളിച്ചിട്ടാണ് തോമ ഇവിടെ വന്നത്. അതെ, ഭാഗവതന്റെ മോള് തന്നെ ഇത് പറയുമ്പോ പിന്നെ എന്തോന്ന് കേസ് സാറേ? ആവശ്യമില്ലാതെ എന്റെ പഞ്ചായത്തിലെ ഒരു പൗരനെ ഉപദ്രവിച്ചതിന് സാറ് സമാധാനം പറയേണ്ടി വരും. അച്ഛനും മോളും കൂടി എന്നെ വിഡ്ഢിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ, കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് നോക്കില്ല ഞാൻ. ചാവിട്ടി നിന്റെ നാട്ടിലൊടിച്ചു കളയും. നിന്നെ ശല്യം ചെയ്യുന്ന ഇവന് വേണ്ടി നീ വക്കാലത്ത് പറയുന്നോടി കഴിവറുടെ മോളെ. ഇയാൾ എന്നെ ഒരു ശല്യം ചെയ്തിട്ടില്ല. സഹായിക്കേണ്ട സമയത്ത് സഹായിച്ചിട്ടേ ഉള്ളൂ. ഇത്ര പബ്ലിക്കായി ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഇവൻ നിന്റെ ആരാടി? കാമുകനോ അതോ ജാരനോ? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. എന്താ, തൃപ്തിയായോ?
അതെ, അയാളെ തോപ്പിക്കാൻ വെറുതെ പറഞ്ഞാണോ അതോ ശരിക്കും പറഞ്ഞാണോ? പറഞ്ഞേ 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 പറഞ്ഞേ. ഗുണ്ടപ്പിന്നെ, ഈ ഗുണ്ടപ്പിന്നെ എവിടെ പോയി? ഇവിടെ നിൽക്കേ. ശരിക്കും പറഞ്ഞതേ മെമ്പറേ, ആ ഫേസ് കണ്ടാലും അറിയാം. ഓ, അന്ന് ഓണ്ടം കണ്ടാലും അറിയാം, ചിരി കണ്ടാലും അറിയാം. രണ്ടെണ്ണം എനിക്ക് കിട്ടിയാലെന്താ? സ്നേഹം പുറത്തു വന്നില്ലേ? കർത്താവ് എന്റെ വിഷമം കണ്ടു. ഈ അവസരത്തിന് ഞാനൊരു പാട്ട് പാടിയാലോ? ചതിക്കല്ലേ, നിനക്ക് സ്വപ്നത്തിൽ പാടാനുള്ള അവകാശം മാത്രമേ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളൂ. അത് മതി. അതാവുമ്പോ കൊള്ളാവുന്ന വോയിസിൽ പാടാൻ. ഇത്രയും വേഗം സ്വന്തമാവുന്ന ഞാൻ കാണുന്നില്ല. സന്തോഷകരമായൊരു ഫാമിലി. നമുക്ക് 3 കുട്ടികൾ വേണം, ഞാനും ഒരു പെണ്ണും. എന്നിലൊരു കണ്ണുണ്ടായിരുന്നു അല്ലേ? ഒരു സോങ് കഴിഞ്ഞപ്പോഴേക്കും വയസ്സായി വായന പല്ലൊക്കെ പോയാ? ഓടാക്കല്ല, എപ്പോഴും നമ്മുടെ കല്യാണം. നമ്മുടെ കല്യാണോ? എന്നാ പിന്നെ ചില്ലത്തെക്കിന്റെ മേലിങ്ങനെ ഞാൻ കൈവിട്ട പോലെ. വീടാ വീടാന്ന് പറഞ്ഞ് ഞാനിപ്പോ വീടല്ലേ. വീടാവേ ഉരുപ്പടി, നമ്മുടെ കയറി ഇനി ഇവിടെ കൊടുക്കണ്ടെന്ന് തോമായുടെ പറയണം. ഉറവ മൂത്ത കയറാന്ന് പറഞ്ഞാൽ അന്തയില്ലാത്തമാര് കാശ് കുറച്ചടാ. ആണോ മുതലാളി? മുതലാളി അന്ന് മൂത്രം ഒഴിക്കാൻ പോയ വിശ്വംഭരൻ. എന്നെ ചതിച്ചല്ലടാ, തല്ലിക്കൊല്ലടാവനെ. എന്നെ തല്ലല്ലേ മുതലാളി, എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ വെറുതെ വിടാനോ? നീ കാരണം എനിക്ക് നഷ്ടമായത് എന്റെ ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളാണ്ടാ. എന്റെ പണം, എന്റെ മകൻ, കൊല്ലുവടാ നിന്നെ ഞാൻ നിരപരാധിയാ. അന്ന് അങ്ങനെയെല്ലാം ചെയ്ത് തോമ പറഞ്ഞിട്ടാ. പറയുന്നോടാ. ഞാൻ പറഞ്ഞത് സത്യം മുതലാളി. കല്യാണം കഴിച്ച സിന്ധുവായിട്ട് ജോയിക്കുട്ടി നേരത്തെ തന്നെ സ്നേഹത്തിലായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് തോമ നടത്തിയൊരു നാടകമായിരുന്നു ആ സമൂഹ വിവാഹം. അതിന് ഈ നാട്ടിലെ പാവപ്പെട്ട 5 പെൺകുഞ്ഞുങ്ങളുടെ കല്യാണം അപ്പന്റെ ചെലവിനി അപ്പൻ നടത്തി കൊടുക്കുന്നു. പണത്തിന് ആവശ്യമുള്ളതുകൊണ്ടാ ഞാൻ ഇതെല്ലാം ചെയ്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാദേവ സാറിനെ പോലും പണം ഉപയോഗിച്ച് സ്വാധീനിക്കാൻ തോമയ്ക്ക് കഴിഞ്ഞു. സിന്ധുവിനെ സ്വീകരിക്കാൻ ആരും തയ്യാറാകില്ല എന്നുള്ള സാഹചര്യം വരുത്തി തീർത്ത തോമ മഹാദേവ സാറിനെ കൊണ്ട് ജോയ്ക്കുട്ടിയുടെ കാര്യം അവതരിപ്പിക്കുകയായിരുന്നു. എന്തിന് മറ്റുള്ളവരുടെ കാര്യം പിടിക്കണം? ഇവിടെ പൗലോച്ചായന്റെ കെട്ടാത്ത 2 ആമക്കൾ നിൽക്കുകയല്ലോ. എന്നെ കൊല്ലല്ലേ മുതലാളി. തോമ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കൂടെ നിന്ന് ചതിക്കായിരുന്നു അല്ലടാ. ഞാനിത് പറഞ്ഞോട്ടെ. വേണ്ട മുതലാളി, തല്ലല്ലേ മുതലാളി. തോമാച്ചായൻ ഇനി ചത്തുപോകും. മൂത്തവന്മാര് പോയപ്പോ എനിക്ക് നീയുണ്ടെന്ന് അഹങ്കരിച്ചവനാ ഞാൻ. അവന്മാര് ചതിച്ചാ ഞാൻ സഹിക്കും. പക്ഷെ നിന്നോട് മാത്രം ഞാൻ പൊറുക്കുകയറടാ. ഒരുത്തരും വേണ്ട എനിക്ക്. ആരുടെ സഹായം ഇല്ലാതെ ഞാൻ ജീവിച്ച് കാണിച്ചു തരാടാ. എന്തിനാ തോമാച്ചായ ഇതെല്ലാം? ആരും വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യണതാ.
അപ്പനത് വിഷമായി. ശരിക്കും കൊഞ്ചിന്റെ കാര്യം കഷ്ടായത്. അതില് രസായി പോയി. ഞാനാണ് പെരുമാറിയിലും ഒന്നും മനസ്സോടുമല്ല. ജോയി കുഞ്ഞ് സിന്ധുവായി സ്നേഹിതനാന്ന് ഞാൻ അറിഞ്ഞത് ഒരുപാട് വൈകിയ. അപ്പനത് സഹിക്കാൻ പറ്റില്ലെന്ന് അറിയാവുന്നോണ്ട് വേണ്ടപ്പോ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ. പക്ഷേ എന്നോട് പറയണ്ട, എന്റെ വിണ്ടെങ്കി. നിക്ക്, ഞാനൊന്ന് പറയട്ടെ. നീ പറയുന്ന പോലെ ഞാൻ അവളെ ഉപേക്ഷിക്കാൻ മറക്കാം. പക്ഷെ ഇവളുടെ വയറ്റി വളരുന്ന എന്റെ കുഞ്ഞ് ആ സമയത്ത് എന്റെ മുമ്പിൽ ഞാനൊരു വഴി ഉണ്ടായില്ല. തോമ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. നോക്കിക്കോ, അപ്പം തന്നെ തോമയെ തിരിച്ചു വിളിക്കും. കുറച്ചും കൂടി പ്രായം പക്വതയൊക്കെ വരുമ്പോ അപ്പൻ നന്നാവായിരിക്കും. അതുവരെ ഞങ്ങളും ജീവിക്കുന്ന. കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഓടി പോവായിരുന്നു. മുതലാളി, പുതുച്ചേരിയിൽ നിന്ന് കാശാ മുതലാളി. തോമ, എന്റെ പിതാവേ, എന്റെ മാതാവേ, ചതിച്ചോ എന്റെ കാശ്. ഉരുപ്പടിയേ, എന്റെ കർത്താവേ. അയ്യോ, എന്റെ കാശ്. എന്തു പറ്റും മുതലാളി? പോയടാ, എന്റെ എല്ലാ പണവും പോയടാ. ആ പരമദ്രോഹി തോമ എല്ലാം പൊട്ടിച്ചോണ്ട് പോയടാ. അയ്യോ, നീ കണ്ടോടാ, അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കൂടാ. മുതലാളി, മുതലാളി, വേണ്ട മുതലാളി. അവൻ ഇങ്ങോട്ട് വന്നില്ലേ? കൊള്ളം പറയരുത്. സത്യമാണപ്പ. എന്താ ഉണ്ടായത്? എന്റെ പണം മുഴുവൻ അവൻ കട്ടോണ്ട് പോയി. ഒന്നും രണ്ടുമല്ല, 9 കോടി. അവരെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പണം എനിക്ക് തിരിച്ചു കിട്ടണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. മക്കളെ, തോമയോട് പറയടാ, എന്റെ കാശ് തിരിച്ചു തരാൻ. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലടാ. അവ അനുഭവിക്കൂടാ, അനുഭവിക്കും. നമ്മുടെ ഡെപ്പോസിറ്റ് ഒക്കെ ഇനി തിരിച്ചു കിട്ടൂ. ദൈവമേ, പൗലോ മുതലാളിയുടെ ചിട്ടിക്കപ്പരി പൊളിഞ്ഞോ?
പഴയതൊക്കെ മനസ്സിൽ വെച്ച് സാർ എന്നെ ഉപദ്രവിക്കരുത്. ഒരു നയാ പൈസ ഇല്ലാതെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. പക്ഷേ എന്നെ ചതിച്ച് പണം എടുത്തുകൊണ്ട് പോയവനെ വെറുതെ വിടരുത്. അവനെ പിടിച്ച് എന്റെ പണം തിരികെ തന്ന സാറ് ചോദിക്കുന്ന തുക ഞാൻ തരും. ഇത് പൗലോന്റെ വാക്കാ. ഇതൊരു അഡ്വാൻസ് മാത്രമാണ്. നമ്മൾ തമ്മിലുള്ള കണക്കുകൾ മറക്കാൻ എനിക്ക് ഈ പണം മതി. ഓ, എനിക്ക് വേണ്ടത് അവനെയാ, തോമയെ. ഇതെന്റെ കൂടി ആവശ്യമാ. പറ, അവനെ എവിടെ തപ്പിയാ കിട്ടും? ഞാൻ കൂടെ വരാം സാർ. അവൻ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളൊക്കെ ഞാൻ തന്നെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നില്ല സാർ. ഇങ്ങോട്ട് വന്നില്ലല്ലേ? സാർ ഇവിടെ ഇല്ല സാർ. ഞാൻ പറഞ്ഞില്ല സാർ. പോലീസ് ഇങ്ങനെ പാഞ്ഞു നടക്കാന്നല്ലോ. തോമ, എടാ തോമ, നീ അപ്പൊ നാട്ടിൽ നിന്ന് മുങ്ങിയതല്ലേ? എന്തിനി? ഞാൻ ടൗണിൽ പോയതല്ലേ. ഇങ്ങോട്ടൊന്നേ പറയട്ടെ, ഇത്രയും വേഗം ഇവിടെ സ്ഥലം വിട്ടു. പൗലോസിന്റെ പണം മോട്ടിച്ചതിന് പോലീസ് അന്വേഷിച്ച് നടക്കുക. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയുന്ന കേക്ക്. എന്റെ പണം മോട്ടിച്ച് ഈ കള്ളനെ അറസ്റ്റ് ചെയ്യണം സാറേ. സ്വന്തം അപ്പം തന്നെ ഇത്ര പരസ്യമായി ഇങ്ങനെ വിളിച്ചു പറയുമ്പോ എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പം പറയണ പോലെ ചെയ്യണം സാർ. ഈ നിൽക്കുന്ന പ്ലാപ്പറമ്പിൽ പൗലോയുടെ 9 കോടി രൂപ മോഷ്ടിച്ച കള്ളനായവൻ. ഇവനെ എനിക്ക് അറസ്റ്റ് ചെയ്യാം. പക്ഷേ പൗലോയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയ 9 കോടി രൂപ സർക്കാരിന് നികുതി നൽകാത്ത കള്ളപ്പണമാണ്. അപ്പോ ആദ്യം അകത്തു പോകേണ്ടത് കള്ളപ്പണം സൂക്ഷിച്ചു വെച്ച പ്ലാപ്പറമ്പിൽ പൗലോ അല്ലേ? കള്ളനെന്ന് മുദ്രകുത്തി എന്റെ അപ്പനെ താൻ നടത്തിയ തെരുവിലൂടെ തന്നെ ഞാൻ നടത്തിക്കാൻ പോവാ. അപ്പനെ മോനെ ഒരു വിലങ്ങിൽ പൂട്ടാനാ ഞാൻ കാത്തിരുന്നത്. പകയുടെ കണക്കിലും പലിശ കൂട്ടണമല്ലോ. നടക്കടോ അങ്ങോട്ട്. മുതലാളിമാരുടെ തനിതരം ജനങ്ങളൊന്ന് കാണട്ടെ. നടക്ക്. നടക്ക്. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ചതിച്ചതായി വന്നു. റിലീസ് ചെയ്തേക്ക്. സാർ,
നാട്ടുകാരോട് കള്ളം പറയുന്നോടാ നായിന്റെ വേണ്ട സാറേ, എന്റെ അപ്പനൊന്നും ചെയ്യല്ലേ, എന്ത് തന്നെയോ. വേണ്ട സാറേ, അപ്പനെ തന്നെ ഞാൻ കാര്യം പിടിക്കാം. എന്റെ അപ്പനെ തല്ലല്ലേ എന്ന് പറഞ്ഞില്ലേ? തല്ലല്ലേ സാറേ, തല്ലല്ലേ. തല്ലട്ടെ സാറേ. കേട്ട് സാറേ, വിട്ടേക്ക് സാറേ.
എന്താ മോനെ ഇത്? ഈ നാട്ടുകാരെ പറ്റിച്ച് പൗലോ മുതലാളി ഉണ്ടാക്കിയ 9 കോടി രൂപയുടെ കള്ളപ്പണം തോമ കട്ടുകൊണ്ടുപോയി. കള്ളപ്പണമാണെന്ന് ഉറപ്പിച്ചു പറയാൻ പോലീസ് അത് കണ്ടെത്തിയായിരുന്നു. ആ പണം എവിടെ ഒളിപ്പിച്ചെന്ന് ഇവരെ കൊണ്ട് പോലീസ് ഉറപ്പിച്ചോളും. അപ്പൊ തൊണ്ടി മുതൽ കസ്റ്റഡിയിൽ എടുക്കാതെ അത് മോഷണമാണെന്നും കള്ളപ്പണമാണെന്നും അങ്ങ് തീരുമാനിച്ചു. മാണിച്ചാൻ എന്തിനാ വരാനായിരിക്കുന്നത്? നാട്ടുകാരുടെ കഴുത്തറത്തുണ്ടാക്കിയ കാശല്ലേ, അനുഭവിക്കട്ടെ. കണ്ടില്ലേ നാട്ടുകാരുടെ വികാരം? ഇനി ദൈവം തമ്പരാൻ വിചാരിച്ചാൽ ഇവനൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. നാട്ടുകാരെ കക്ഷി ചേർക്കാൻ വരട്ടെ ചാക്കോ. അതിനുമുമ്പ് അവര് ചിലത് അറിയാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ധർമ്മസ്ഥാപനങ്ങൾ ഞാൻ ഈ നാട്ടിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അനാഥാലയം, ആശുപത്രി, സ്കൂളുകൾ, അങ്ങനെ പലതും. അതെല്ലാം പണി കഴിപ്പിച്ചത് നിർധനായ ഈ മാണിച്ചന്റെ പണം കൊണ്ടല്ല, ഈ നിൽക്കുന്ന പ്ലാപ്പറമ്പി പൗലോയുടെ പണം കൊണ്ട്. പൗലോ പോലും അറിയാതെ അതെല്ലാം ചെയ്തത് എന്റെ ഈ തോമയാണ്. പൗലോയുടെ പണം എവിടെ പോയി എന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്? അത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിനു വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കപ്പെട്ടതാണ്. ഈ നാട്ടുകാർ തോമയെ പരിഹസിക്കുമ്പോഴും ഈ ജനങ്ങൾക്ക് വേണ്ടി അവരറിയാതെ തോമ നന്മ ചെയ്യുകയായിരുന്നു. നാട്ടുകാർക്ക് വേണ്ടി ഇത്രയേറെ വലിയ കാര്യങ്ങൾ ചെയ്ത് ഇവരെയാണോ നിങ്ങൾ കള്ളനെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്? അപ്പന്റെ പണമെടുത്ത് മകൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് മോഷണമാകുമോ സാറേ? അതൊക്കെ കോടതി തീരുമാനിച്ചോളും. അത് വേണ്ട സാറേ. പഴയ കണക്കും പറഞ്ഞ് എന്റെ അപ്പന്റെയും അനിയന്റെയും ദേഹത്തിന് തൊട്ടാൽ മീൻ വെട്ടുന്നതല്ല കത്തിയിരിപ്പുണ്ട്, എടുത്ത് ഞാൻ പള്ളക്ക് കയറ്റും. അക്കളിനി വേണ്ട സാറേ, സാറ് വിട്ടോ. ഇനി ഈ ഏരിയ കണ്ട ഞങ്ങൾ നാട്ടുകാർ കയറി മെഴുകും. അപ്പയിൽ അനുവാദമില്ലാണ്ട് കാശെടുത്തേന് അപ്പനോട് ക്ഷമിക്കണം. ചിലപ്പോ മോനെ കേൾക്കണതാ. അപ്പൻ ഓരോന്നും ചെയ്ത ശാപം കൊണ്ടാ ഞാനിങ്ങനെ ആയത്. അതുകൊണ്ടാ ഞാൻ ആ കാശൊക്കെ മറ്റുള്ളവരെ വ്യാനിപ്പിച്ചിട്ട് അങ്ങനെ കാശൊന്നും നമുക്ക് വേണ്ടപ്പ. അത് കണ്ടീരുന്ന കാശാ, നമുക്ക് വേണ്ടപ്പ, നമുക്ക് വേണ്ടപ്പ, വേണ്ടപ്പ. സാധാരണ അപ്പനാണ് മക്കൾക്ക് നേർവഴി കാട്ടേണ്ടത്. പക്ഷേ വഴിതെറ്റി എന്നെ തിരുത്തിയത് എന്റെ മകൻ തോമയാണ്. മറ്റെല്ലാവരെ പോലെയും തോമയുടെ ശബ്ദം വൈകല്യമുള്ളതാണെന്ന് ഞാനും വിശ്വസിച്ചു. പക്ഷേ എന്റെ തോമയുടെ ശബ്ദമാണ് ശരിയായ ശബ്ദം. അത് നന്മയുടെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദമാണ്. മതി കേട്ടതൊക്കെ, ഉള്ളതൊക്കെ വിറ്റ് പെറുക്കി ഈ നാട്ടിൽ തന്നെ പോയത് കുഴപ്പമാകും. നിന്റെ പെണ്ണിനെ കൊണ്ട് ഭാഗവതിന് നാട്ടിന് മുന്നേ പോണേ, ഓടി വാടാ. അതെന്താ ഭാഗവതരെ? തോമയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് ശ്രീലക്ഷ്മി പരസ്യമായിട്ട് പറഞ്ഞല്ലേ, പിന്നെന്താ പ്രശ്നം? ഇവനെ പേടിച്ചിട്ടാ ആ എസ് ഐയെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞ ഒരു സംഗീതജ്ഞനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഭാഗവതരെ, ഞാനിപ്പോ ഇവിടെ വെച്ച് ഭാഗവതരെ പാടി തോപ്പിക്കാൻ മാത്രം കല്യാണത്തിന് സമ്മതിക്കാൻ മതി. തോമ തടയരുത്. ദേവസഫാദനം യാഹിനമാഹുവാൻ നാദമയൂഹമേ സഹദം സത്യം കഴിഞ്ഞില്ല. ആനന്ദം ആനന്ദാനന്ദ. 51 വർഷമായി ഞാൻ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതത്തെ ഇങ്ങനെ കൊല്ലരുത്. എന്റെ മോളെ ഞാൻ കെട്ടിച്ചു തന്നേക്കാം. എന്റെ സൗണ്ട് കൊണ്ട് തന്നെ ഞാൻ എന്റെ പെണ്ണിനെ സ്വന്തമാക്കിയത് കണ്ട. അതാണ് തോമസ് സ്റ്റൈൽ. തോമസ് സ്റ്റൈൽ.